ആക്ച്വലി നമ്മൾ എമ്പുരാൻ്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്തപ്പോഴാണ് പറഞ്ഞത് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ചുകൂടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടി നമ്മളൊരു പോഡ്കാസ്റ്റ് സെഷനായിട്ട് വന്നിരിക്കുകയാണ്. വെൽക്കം ടു ISC പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്പർ 3. അങ്ങനല്ല, ജർമ്മൻ ലാംഗ്വേജ് ഇരിക്കുകയാണ്. ലൂസിഫർ ഓർ എമ്പുരാൻ അങ്ങനെയൊന്നും വേണ്ട. കഴിഞ്ഞ 2 പോഡ്കാസ്റ്റും കൂടെ 1000 രണ്ടിനും കൂടെ ചേർത്ത് 1200-ലധികം. ഇത് 10 കടക്കും സംശയമില്ല. അത് നമ്മളെല്ലാ 10 കിടക്കും, അത് കഴിഞ്ഞല്ലേ 1000. ആക്ച്വലി ഇപ്പം ലൂസിഫറിന് ശേഷം 5 വർഷം കഴിഞ്ഞാണ് എമ്പുരാൻ വരുന്നത്. ലൂസിഫർ 19 അല്ലേ? ലൂസിഫറിൻ്റെ ഒരു എന്താ പറയുക, ഒരു 5 മടങ്ങ് വലിപ്പത്തിലുള്ളൊരു പടമാണ് ഇപ്പോൾ എമ്പുരാൻ. ഇപ്പോൾ ട്രെയിലറോടെ കണ്ട സ്ഥിതിക്ക് ഇപ്പം നമുക്ക് മലയാളത്തിലെ ഏറ്റവും വലിയ പടം എന്നുള്ള ഒരു ലൈനിൽ എത്തിയിരിക്കുന്നു സിനിമ. അത് ഇന്റർനാഷണൽ ലെവൽ, ഏത് ചെറിയ കളികളൊന്നുമില്ല, ഇന്റർനാഷണൽ കളികളൊന്നും. പൃഥ്വിരാജിനെ സംബന്ധിച്ച് എല്ലാ ഇൻഡസ്ട്രിയിലെയും വലിയ പടങ്ങളുടെ അകത്ത് പൃഥ്വിരാജ് ഉണ്ട്. പ്രശാന്ത് നീൽ കന്നഡയിലെ ഏറ്റവും ബിഗ് സ്കെയിൽ ഡയറക്ടറാണ്. പുള്ളിയുടെ പടത്തിലുണ്ട്, രാജമൗലിയുടെ പടത്തിലുണ്ടെന്നല്ല ഉണ്ട്. പുള്ളി സമ്മതിച്ചു. പുള്ളി കഴിഞ്ഞ ഇന്റർവ്യൂ പറയുന്നു, ആ വീഡിയോ ലീക്ക് ആയതിനു ശേഷം ഞാനിനി അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കളിയാക്കുമല്ലോ എന്ന് പറയും. അതിനകത്തുണ്ട്. പിന്നെ ചോട്ടനിയെ പോലുള്ള വലിയ ഹിന്ദി പടങ്ങൾ ഉണ്ട്, ശ്രദ്ധിക്കാതെ പോയി, പക്ഷേ ഉണ്ട്. അല്ല അതിലും ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ആക്ച്വലി ഇതിലെല്ലാത്തിലും പോയി തല വെച്ചതും അല്ല ഇതിലെല്ലാം പോയി അഭിനയിച്ചതും ഉണ്ടാക്കിയത് അതുകൊണ്ട് ഉണ്ടാക്കില്ല. അത് ഫിലിം മേക്കിംഗ് പഠിക്കുമല്ലോ, പല എല്ലാ ഇൻഡസ്ട്രിയിലും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഈ പ്രശാന്ത് നീലിന്റെ പടത്തിൽ നിന്നായിരിക്കും ഇതിനകത്ത് ഈ ഹെലികോപ്റ്ററിന്റെ മറ്റേ കുറെ സീക്വൻസ് എങ്ങനെ മറ്റേ ഇത് ചെയ്യാം. എനിക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയ സംഭവമുണ്ട്. അതായത് നമ്മുടെ ഈ KGF-ന്റെ ഒക്കെ ഒരു അല്ലെങ്കിൽ സലാറിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലുണ്ട്. അതായത് ഈ ഒരേ സമയം മൾട്ടിപ്പിൾ സിറ്റുവേഷനിൽ ഇവൻറ്റ്സ് നടക്കുക, ഇത് ഇന്റർകട്ട് ചെയ്യില്ല. അതാണല്ലോ പ്രശാന്ത് നീലിൻ്റെ സിനിമകളുടെ ഒരു സ്റ്റൈല്. ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഒരു പക്ഷേ എമ്പുരാനകത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് ഞങ്ങൾ തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്ന സ്റ്റീഫൻ അങ്ങനെയുള്ള ആളല്ല എന്ന് പറയുമ്പോഴത്തേക്കും അതേസമയം സ്റ്റീഫൻ ചെയ്യുന്ന വേറൊരു സ്ഥലത്ത് ഒരു ആക്ടിവിറ്റി ഇങ്ങനെ ഇന്റർകട്ട് ചെയ്യുക, അങ്ങനത്തെ പരിപാടികൾ ചിലപ്പോൾ ഇതിനകത്ത് കാണാം. കാരണം ആ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടർ അടുത്തുനിന്ന് ഇദ്ദേഹം പഠിക്കുന്ന ആ ഒരു സംഭവമാണല്ലോ, അത് ഡെഫിനറ്റ്ലി ഇതിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട്. മറ്റേ മുരളിഗോപി ഒരു സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പുള്ളി അതിൻ്റെ പുറത്ത് ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ പറയുന്ന സീക്വൻസസ് റീഅറേഞ്ച് ചെയ്യും, ചിലത് നോൺ ലീനിയർ ആക്കും. അതിനകത്തൊരു വർക്ക് നടക്കും, ഒരു 6 മാസത്തേക്ക് വർക്ക് നടക്കും. ഇവർ തമ്മിൽ അടിയൊക്കെ ഉണ്ടായി അവസാനം 2 പേരും ഒരു പോയിന്റിൽ ഇതാണ് നമ്മുടെ ഫൈനൽ എന്നുള്ള രീതിയിൽ ഇത് ഞാൻ സമ്മതിക്കാന്ന് 2 പേരും പറഞ്ഞു. അതെ, എന്തല്ലേ. അപ്പം ആ സാധനത്തിൽ ഈ പറയുന്ന കുറെ ഇൻഫ്ലുവൻസസ് ആയിരിക്കും പുള്ളി കൊണ്ടുവന്ന് വെക്കാൻ പോകുന്നത്. ഇതൊക്കെ വർക്കാവൂടാ, ഞാൻ പ്രശാന്ത് ഞാനും കൂടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ രാജമൗലി സാറും കൂടെ ഞാനും കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് വേറെ സാധനം കിട്ടി പറഞ്ഞിട്ട് അടുത്തതിൽ അതായിരിക്കും എമ്പുരാൻ 3. അല്ല, ഇപ്പൊ ഇത്രയും വലിയൊരു പടം വരുമ്പോൾ ഇപ്പോൾ ഈ സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് ഈ ലൈക്കയുടെ വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ലൈക്ക് ഇതിനു മുമ്പ് പറയുന്നില്ല. ഇല്ല, ഒഫീഷ്യലി അവർ പറയുന്നില്ല. എന്നാലും അതാണ് ന്യൂസ്. അത് ന്യൂസായിട്ട് വന്നല്ലേ കേട്ടോ, ഇപ്പം ന്യൂസായിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പം ലൈക്ക് ഇതിനു മുമ്പ് ചെയ്ത പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടാവേർച്ചി, വേട്ടയൻ, ഇന്ത്യൻ 2 തുടങ്ങിയ അങ്ങനത്തെ കുറേ പ്രചണ്ഡ വിസ്ഫോടനങ്ങൾക്ക് ശേഷം. പക്ഷേ അതിനകത്ത് വിടാമുയർച്ച നല്ല പടമായിരുന്നു. പക്ഷേ അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ വൈസ് മാത്രമാണ്. അതാ പറഞ്ഞത്, അവർക്ക് ഫിനാൻഷ്യലി അവർക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാക്കുന്ന പടങ്ങൾ. അപ്പോൾ ഇതിനെല്ലാത്തിനും ശേഷം ഇവർ എമ്പുരാൻ വന്നു. അപ്പോൾ എമ്പുരാൻ ആക്ച്വലി റിലീസിൻ്റെ സമയമായപ്പോൾ ഇവർക്ക് എന്തോ ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ എന്തോ ഇഷ്യൂ വന്നപ്പോഴാണ് ഇത് റിലീസ് തള്ളിപ്പോകുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തിയപ്പോൾ ഇവർ ഡെഫിനറ്റ്ലി അത് ഗോകുലം ഗോപാലൻജി വന്ന് രക്ഷകനായി വന്ന് അത് ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോയി ചെയ്തു. ഇപ്പോഴും കുറേ ട്രെയിലറിൽ ലൈക്ക പ്രൊഡക്ഷൻ സുഭാസ്കരൻ പ്രസൻസ് എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. അത് ചിലപ്പോൾ എന്താണെന്നറിയാം, ഈ ലൈക്കയുടെ പേര് വെച്ച് ഒരുപാട് വേറെ കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടാവും, ഡിസ്ട്രിബ്യൂഷനോ അത് വിദേശത്തൊക്കെ. അപ്പോൾ അത് ഇത് പിൻവലിക്കുകയാണെങ്കിലത്തേക്കും അവരെയൊക്കെ രണ്ടാമത് വീണ്ടും ഈ പറഞ്ഞ ആൾക്കാരെ ഇത് ചെയ്യുന്നു. നമ്മുടെ ബാക്കപ്പ് ചെയ്യുന്നത് ലൈക്ക് എന്ന് പറയുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ആക്സസ് ചിലപ്പം യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഇവർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ ഇത് ചെയ്യാൻ വേണ്ടി സോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ അതെ അവരാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ ലൈക്ക് ആയിരുന്നായിരിക്കാം. അപ്പോൾ അത്രയും എന്താ പറയുക, ഒരു പുതിയൊരു ഇൻവെസ്റ്റർ, അതായത് മലയാളത്തിൽ ഫസ്റ്റ് ടൈം വരുവാണ് അവർ. ലൈക്ക് അല്ലേ, ലൈക്ക് ഇതിന് മലയാളത്തിൽ പണം ചെയ്തിട്ടില്ല. ഇതില്ലേ മറ്റേ ലൂസിഫർ ലൈക്ക് അല്ലേ, എടുത്ത പടമല്ലേ. അപ്പോൾ ഇതുപോലെ പുറത്തു നിന്നുള്ള ആൾക്കാരെ മലയാളത്തിലേക്ക് എത്തിക്കാൻ ഇതുപോലത്തെ വലിയ സ്കെയിൽ പടങ്ങൾ അത് പൃഥ്വിരാജിൻ്റെ ഒരാളുടെ ഇതിലാണ്. അത് പൃഥ്വിരാജും ഈ സുഭാസ്കരനും തമ്മിൽ മീറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് ഇവർ ഈ പ്രോജക്റ്റിനെ അവർ സംസാരിച്ചെന്ന് പറയുന്നത്. അതായത് രജനീകാന്തിന് ഒരു പടം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്
അത് നടക്കാതെ പോയിട്ട് പിന്നീടാണ് ഈ എമ്പുരാനിലേക്ക് പിന്നെ ലൈക്ക് വരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി പുതിയ പുറത്തുനിന്ന് വലിയ പ്രൊഡക്ഷൻസിന് മലയാളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ പ്രശ്നം മലയാളത്തിൽ ഒരു പടം എടുത്താൽ അവർക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ലല്ലോ. നമുക്കിവിടെ മാക്സിമം നമ്മളിപ്പോൾ പറഞ്ഞ മഞ്ജുമൽ ബോയ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്പെസിഫിക് കാരണങ്ങളുണ്ടല്ലോ. അല്ല അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ അതല്ലാതെ നമ്മളിവിടെ വലിയ പടങ്ങൾ എന്നുള്ള സംഭവത്തിൽ ലേബിൾ വന്നിരിക്കുന്ന പടങ്ങൾ തന്നെ. ഇപ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ വലിയ പടം എന്ന് പറഞ്ഞാൽ ബറോസ് ഒരു വലിയ പടമായിരുന്നു. ഇവർ പറയുന്നതാണെങ്കിൽ ബജറ്റ് വൈസ് ഒക്കെ ബറോസ് അല്പം വലിയ പടങ്ങളാണ്, മലക്കാരൊക്കെ വലിയ പടങ്ങളാണ്. പക്ഷേ ഇതിനൊന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വലിയ എമൗണ്ട് കളക്ട് ചെയ്യാനോ അങ്ങനെ ഒരു വലിയൊരു ഫിനാൻഷ്യലി ഒരു വലിയ ഹിറ്റ് ആവാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ വിജയം അവർക്കൊരു വളരെ അത്യാവശ്യം എന്ന് വെച്ചാൽ ചെറിയ വിജയമല്ല, വലിയ വിജയം. ഇത് എത്ര കൂടി ചെയ്ത് കളക്ട് ചെയ്യുന്നു അത്രയും ഇവർക്ക് ഇവർ പറയുന്നുണ്ട് ഇനിയൊരു സിനിമ ഒരു പാർട്ടുണ്ട് ഇതിന്. ആ പാർട്ട് ചെയ്യണമെങ്കിൽ അത് വലിയ പടം. ഇത്ര നാളും പറഞ്ഞത് കുഞ്ഞു പടമാണ്, അടുത്ത പാർട്ട് വലിയ പടമാണ്. അതിന് വലിയൊരു എമൗണ്ട്. ഏതർത്ഥത്തിലാണ് വലുതെന്നുള്ളതാണ്. സ്കെയിലാണ് വലുതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, സ്കെയിലിൽ വരുന്നതായിരിക്കും ആയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞത് വലിയ പടം ഉദ്ദേശിക്കുന്നത് സ്കെയിൽ വെച്ചിട്ടാണോ അതോ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇപ്പം മലയാള സിനിമയ്ക്കകത്ത് MI6 മെൻഷൻ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അതൊരു വേറെ രീതിയിലുള്ള സ്കെയിൽ. അത് തന്നെ ഇപ്പൊ ഈ സിനിമയുടെ ബജറ്റ് ഉണ്ടല്ലോ, എങ്ങനെ വിളിച്ചാലും ഈ ബജറ്റ് മേളിലുണ്ടാവും അടുത്ത പടം ചെയ്യാൻ, അത് ഉറപ്പാണ് ഉണ്ടാവും. പക്ഷെ പുള്ളി ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പക്ഷെ ഇതിന്റെ മാർക്കറ്റിംഗ് കാരണമാണ് കുറച്ച് കോൺഫിഡൻസ് പോയത്. ഈ പിന്നണിയിൽ ഒരു ഫ്ലോയിൽ വന്നിട്ട് പിന്നെ നിൽക്കുക, പിന്നെ അതിന്റെ പക്ഷെ അത് പെട്ടെന്ന് അത് പിക്കപ്പ് ആയില്ലേ. ഇപ്പൊ ഇത് ആ ട്രെയിലർ ഇറക്കുന്ന അതിന്റെ അനൗൺസ്മെന്റ് മുതൽ ഇതാ ഇങ്ങോട്ട് ഒന്നും ചെയ്യണ്ട. ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഇന്ത്യൻ പടമായിട്ട് ഒരു മലയാളം പടം. അത് ലിയോയും പുഷ്പയും മറ്റേ ഈ കൽക്കിയും സലാറും ഒക്കെ ഉണ്ടായിട്ടും അതിനെല്ലാത്തിനെയും അടിച്ച് തൂഫാനായി കളഞ്ഞില്ലേ. ഞാൻ പറഞ്ഞത് ഇത്രയും വലിയൊരു ഹിറ്റ് ആവണം ഈ സിനിമ. അതായത് ഇത് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു 300 to 400 അല്ലെ 500 crore കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചാൽ, അത്രയും കളക്ഷൻ ഉണ്ടായാൽ മലയാള സിനിമയിൽ നിന്ന് ഇത്രയും വലിയ കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഒന്ന് ആലോചിക്കുക, 100 കോടി തന്നെ ബുദ്ധിമുട്ടായിരുന്നൊരു ഇൻഡസ്ട്രി ആയിരുന്നു കന്നഡ. 100 കോടി കളക്ഷൻ ഇല്ല അവിടെ. ആ സിറ്റുവേഷനിലാണ് ഒരു പടം 1000 കോടി അടിക്കുന്നത്, ഒറ്റയടിക്ക് പോകും 1000 കോടിയിലേക്ക്. അപ്പോൾ അതേപോലെ ഈ ഒരു പടത്തിനൊരു വലിയ എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി ഇവർ ഈ പറയുന്ന വലിയ പടങ്ങൾ, ഈ വലിപ്പമുള്ള പടങ്ങൾ, ബജറ്റ് വൈസ് വലിയ പടങ്ങൾക്ക് പ്രൊഡ്യൂസേഴ്സ് പുറത്തുനിന്ന് മലയാളത്തിലേക്ക് എത്തിക്കാൻ ഒരു പക്ഷേ ഈ സിനിമയുടെ വിജയം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും തോന്നുന്നു. മറ്റേ പുള്ളിക്ക് കുറെ കൂടെ ബാലൻസ് ചെയ്യേണ്ടി വരും. അതാണ് എപ്പോഴും പ്രശ്നമാകുന്നത്. അതായത് ഇപ്പം ലൂസിഫറിൻ്റെ കുറേ മലയാളി എലമെന്റ്സ് ബാലൻസ് ചെയ്താലേ ഇവിടെ ഉള്ളവർക്ക് ആ പടത്തിൽ ഈ പടത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങ് വരെ പോകേണ്ടതുകൊണ്ട് കുറച്ച് ഇന്റർനാഷണൽ ലെവലിലുള്ള മേക്കിംഗ് പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് ഡിസ്കണക്ട് ഇവിടെയും ഫീൽ ചെയ്യരുത്. അപ്പൊ ആ ഒരു ബാലൻസ് മലയാള എലമെന്റ് അങ്ങനല്ലടാ, ബാലൻസ് ചെയ്യണമല്ലോ. ഇപ്പൊ അതല്ലടാ ഈ പറയുന്നത്, നമ്മള് ഇത് ബാലൻസ് ചെയ്യണമല്ലോ. ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് പിന്നെ ഖുറൈശി എന്നൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഈ സിനിമയ്ക്ക് എങ്ങനെ വെച്ചാൽ നല്ലൊരു എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇത് ഇതിനൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. തെലുങ്കിലും ഒരു പരിധി വരെ, ഹിന്ദിയിൽ കുറച്ച് സിനി ഫൈൽസും പിന്നെ അവിടെയുള്ള മലയാളികൾ ഒഴിച്ചാൽ അവർക്ക് വലിയ പരിപാടി ഇൻട്രസ്റ്റ് ഇല്ല ഈ സാധനത്തിനകത്ത്. അവർ കണ്ടു ഒക്കെ നല്ല പടമാണെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതല്ല. ഇപ്പോൾ കാരണം ഇത് ചർച്ച ചെയ്യുന്ന കേരള രാഷ്ട്രീയം, അത് സാമ്യം ഉണ്ടെങ്കിലും കുറച്ച് അധികം സ്പെസിഫിക്കലി കേരള രാഷ്ട്രീയം. അപ്പം ആ എലമെന്റിലും വലിയ അവർക്ക് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അങ്ങനെ അവർ കാണത്തില്ല. പക്ഷെ അവിടെ ഇത് അത് തന്നെ ഇപ്പൊ അവർക്ക് വേണ്ട അതിന്റെ ബാലൻസ് ആണ്. ഒരു എലമെന്റ് ഒരാൾ വന്നിട്ട് ചുമ്മാ 2 ഡയലോഗ് അടിച്ചിട്ട് പോകുന്നേ ഉള്ളെങ്കിൽ പിന്നെ ആർക്കും കണക്ട് ആകത്തില്ല. അതായത് മുരളീഗോപി ഇപ്പോഴും പറയുന്നുണ്ട് ഇതൊരു മാസ് പടം അല്ല, ഇതൊരു മാസ് സിനിമയല്ല, ഇത് അങ്ങനത്തെ ഇതൊരു കണ്ടന്റ് ഡ്രിവൺ പടമാണ്. ഇതിനകത്തൊരു ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ട്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഈ കഥ പറയാൻ എനിക്ക് 3 സിനിമകൾ ആവശ്യമുണ്ട്. 3 സിനിമകളുടെ പാർട്ടായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിൽ നടുക്കഷ്ടം ഇന്നലെ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ വിളിക്കുന്നത് എന്താണ് എമ്പുരാൻ ഒരു സാൻഡ്വിച്ചിൻ്റെ നടുഭാഗം എന്ന് പറയുന്നത്. അതിന് മുകളിൽ ലൂസിഫർ, ഇനി അടുത്തൊരു ഒരു പടം കൂടെ ഉണ്ട് എന്നുള്ളത്. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലൂസിഫർ പല സംഭവങ്ങളും സ്റ്റീഫന് സംഭവിക്കുന്നുണ്ടെങ്കിലും പുള്ളി കൺട്രോൾ വിടുന്നില്ല. അതായത് ഇത് കാര്യങ്ങൾ കൈവിട്ട് പോവാണല്ലോ എന്നുള്ളൊരു എലമെന്റില്ല. ജയിലിലാണേലും ഇത് എനിക്ക് എപ്പോൾ വേണേൽ എനിക്ക് ഇറങ്ങാം,
പക്ഷെ ആദ്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടാകാൻ പോകുന്നത് ഇതിലാന്ന് പറയും. അപ്പൊ ഉറപ്പാണ് ഇപ്പൊ പറയുന്നത് കുത്തിരിക്കും. അതെ സായിദ് മസൂദ് ചതിക്കും എന്നാണ് അതിന്റെ അർത്ഥം. രാജമൗലി സാർ ജതിൻ രാംദാസ് അല്ല എമോഷണൽ ബ്രേക്ക് അതായിരിക്കും എനിക്ക് തോന്നുന്നു. ജിതിന്റെ കേസായിരിക്കും, സായിദ് മസൂദിന്റെ കാര്യം തോന്നുന്നില്ല. അതാണ്. പക്ഷെ അത് ആ ഒരു ഇതാണ് എനിക്ക് പറഞ്ഞ മറ്റേ ഇത് വേണമെങ്കിൽ മറ്റേ അവിടെ പോയി കീഴ കേൾക്കാം മറ്റേ ഫോഴ്സിന്റെ മുന്നിൽ അങ്ങനെ പിടിക്കാൻ. സ്റ്റീഫൻ തിരിച്ച് നാട്ടിൽ വരാലോ, ഞാൻ മനസ്സിലായി. സ്റ്റീഫന്റെ വലകയുള്ള സായിദ് മസൂദിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അല്ല സ്റ്റീഫൻ ഇപ്പൊ നാട്ടിൽ വരാലോ, കാരണം മോതിരം ഒരു കളന്നൊരു ഷോട്ട് കണ്ടില്ല, മറ്റേ കണ്ടില്ലേ പുള്ളി മറ്റേ മോതിരം ഒരു ഏറുന്ന ഒരു ഷോട്ട്. അതായത് മറ്റേ സാധനം ഈ ഗോസ്റ്റ് ആവും. അതായത് സ്റ്റീഫൻ നെടുമ്പള്ളി മരിച്ചു. പക്ഷേ എബ്രാം ഖുറേഷി ഒരു സ്ഫോടനത്തിൽ മരിച്ചിരിക്കുന്നു. കാരണം ആ ഷോട്ട് കണ്ടൊക്കെ മോതിരം മറ്റേ കറക്റ്റ് ഊരി കളിക്കുന്നു. പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ചോ, ഈ ലാസ്റ്റ് ഷോട്ട് ഉണ്ടല്ലോ, അത് ലാസ്റ്റ് അല്ല മറ്റേ ട്രെയിലർ അവസാനം സില്ലോൺ ഷോട്ട് ഉണ്ടല്ലോ, മറ്റേ വാളാന്ന് വിളിക്കുന്നത്, ആ സീക്വൻസ് കഴിഞ്ഞിട്ട് ഒരു ആക്ഷൻ സീൻ ഉണ്ടാവോ ഇല്ലയോ? ഞാനത് കണ്ട പോലെ എൻ്റെ മനസ്സിലുള്ളത് മേ ബി അത് ഒന്നുകിൽ അത് ഇന്റർവെൽ പഞ്ച്, ഇല്ലെങ്കിൽ പടത്തിലെ ടൈലന്റ് തിരിച്ച് സ്റ്റീഫൻ വന്ന് അല്ലെ ഒരു ഇവന്റ് ഇതിന് ശേഷം ഒരു ആക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കുറച്ച് കുറവാണെന്നാണ് എനിക്കത് കണ്ടെടുത്തും തോന്നുന്നത്. കാര്യം അല്ല അത് സെറ്റ് അത് അടിക്കണ്ട. ഈ വിളിയിൽ ഇനി എന്ത് ചെയ്യുമെന്ന് നമുക്ക് അതിന് മുമ്പ് മറ്റേ ആ ഡെസേർട്ടിലെ വലിയൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അത് ഉള്ളത് കൊണ്ട് ഇത് കഴിഞ്ഞിട്ട് അടിയില്ലെങ്കിലും മറ്റേ ഫസ്റ്റിലുള്ള പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടെന്ന് പറഞ്ഞു ഇതിനകത്ത്. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന് മാത്രമല്ല മറ്റേ ഇത് എൻ ക്രെഡിറ്റ്സ് റോള് അത് വായിക്കണം എന്ന് പറഞ്ഞു. കാരണം ലൂസിഫറിന്റെ അതിനകത്ത് ഇങ്ങനെ കുറേ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ അവസാനം ഉണ്ടെന്ന് പറയും, അത് വായിക്കണം. അത് കുറച്ചധികം നേരം ഇരുന്ന് ഫുള്ള് ക്രെഡിറ്റ്സ് വായിക്കണം, ഇങ്ങനെ പോകുന്ന ആരാ. എന്നിട്ട് ഇത് വായിച്ചതിന് ശേഷം എല്ലാവരും കൂടെ ഫേസ്ബുക്കിൽ നേരം തിരിഞ്ഞ് തിയറി അടിക്കും. എമ്പുരാൻ 3 പാർട്ട് ഇറങ്ങിയാലും തിയറി ഉണ്ടാകും. അതാണ് രസമുള്ള സംഭവം. രാജേട്ടൻ എടുക്കാൻ മറന്ന ഇതാ കറക്റ്റ്. ശരിക്കും ഇപ്പം അത് ആലോചിച്ചേക്കും. ഈ നമ്മുടെ ചിരഞ്ജീവി ഗോഡ് ഫാദർ 2 എന്ന് പറഞ്ഞ് മോനെ നമുക്ക് ഗോഡ് ഫാദർ 2 എടുത്താൽ അത് പറയുമ്പോഴത്തേക്കും പൊക്കോളം ഗെയിം ചേഞ്ചറിന്റെ കട എവിടെ നടത്തി തീർക്കാന്ന് വിചാരിച്ചു. ഗോഡ് ഫാദർ 2 തന്നപ്പോ അത് അപ്ഗ്രേഡ് ചെയ്ത് നശിപ്പിച്ച്. അല്ല പുള്ളിക്ക് മനസ്സിലാവാൻ വേണ്ടിയായിരിക്കാം ചിലപ്പോ മറ്റേ അണ്ടർലൈൻ ആയിട്ട് കിടന്ന ലെയറിനെ എടുത്തിട്ട് ഇപ്പൊ സെക്കൻഡ് പാർട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വെച്ച ഇതാണ് എമ്പുരാൻ കാണുമ്പോഴായിരിക്കും ചിരുകാര്യം മനസ്സിലാവുന്നത്. ഓ ഇതാടാ ഇവന്മാർ ഉദ്ദേശിച്ച സംഭവം. ഇതൊന്നും അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഗോഡ് ഫാദറിന്റെ ട്രെയിലർ ഇറങ്ങുമ്പോൾ രാംചരൻ കാണുമ്പോൾ ഇത് അച്ഛൻ ഇതിലേക്ക് വേറെ വല്ല പടം ചെയ്തത് ഇതാ മോനെ നീ എനിക്ക് തന്ന പടം. ഓ ഇതൊന്നും അല്ല അച്ഛാ. അച്ഛനത് ആകെ ഇഷ്ടപ്പെട്ട സീൻ മറ്റേ വാടാന്ന് വിളിച്ചിട്ട് ഇടിയില്ലേ, ഇടിച്ച് കസേരയുടെ പുറത്തെ ഒരാളെ പിന്നെ കുനിച്ചെടുത്ത ആളെ പുതുകത്ത് കയറി ഇരിക്കുന്നത്. അതാണ് പുള്ളി കിട്ടി. എടാ ഈ സാധനമാണ് എനിക്ക് വേണ്ടത്. എന്റെ ഓഡിയൻസിന് അത് കണ്ടാൽ മതി. ഒരു കരയുന്ന സീൻ ഉണ്ടല്ലോ അവിടെ നയൻതാരായിട്ട് വന്നിട്ട് ഷോട്ട് ഉണ്ടല്ലോ, ആ സീനാണ് പുള്ളിക്ക് ഏറ്റവും ഇമ്പാക്ട്. പുള്ളി പറഞ്ഞ ഇമോഷൻ കുറഞ്ഞു പോയെന്ന് പറഞ്ഞ സാധനം അതായിരിക്കും. അതെ അതായത് ശിവൻ നെടുമ്പള്ളിയുടെ മുഖത്ത് ഭാവങ്ങളൊന്നും വരുന്നില്ല. ഏത് പകരം ഭാവം ഞാൻ കുറച്ച് കൂടുതൽ ഇടും. അല്ല ഇത് 2ാമത്തെ തവണ ഇതേ സംഭവം ദൃശ്യം ഇതുപോലെ തമിഴിൽ റീമേക്ക് ചെയ്തപ്പോഴത്തേക്കും ഫൈനൽ സീക്വൻസിൽ കമലഹാസന്റെ അവിടെ പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. കമലഹാസന്റെ ക്യാരക്ടറൈസേഷൻ അല്ല ഞാൻ പറയുന്നത് റീമേക്ക് ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ തന്നെ മാറ്റിയെന്നാണ് ഉദ്ദേശിച്ചത്. ഇതിപ്പം സ്റ്റീഫൻ നെടുമ്പള്ളി അത് വേറെ കമലഹാസനും പോകല്ലേ. അല്ല ക്യാരക്ടർ ഇവിടെ ഗോഡ് ഫാദറിലെ ക്യാരക്ടർ കണ്ടുണ്ടോ? പുള്ളി ആദ്യം പോലെ സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്, പക്ഷെ ഒരു പോയിന്റ് പുള്ളി പേഴ്സ്റ്റ് ഔട്ട് ആകുന്ന പോലെ ഉണ്ടാക്കി വെച്ചത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം മറ്റേ ദൃശ്യത്തിനകത്ത് പുള്ളി അത്ര നല്ലവൻ അല്ലെങ്കിൽ ആ മോശക്കാരനാണോ എന്നുള്ളത് പുള്ളിക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് പുള്ളി ചെയ്യുന്നത്. പക്ഷെ ആ മറ്റേ ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്കും നല്ലവനായവൻ പുള്ളിക്കൊരു അബദ്ധം പറ്റിയതിൽ കുറ്റബോധമുണ്ട്. അത് വളരെ ഡിഫൈൻഡ് ആണ് എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് ഭയങ്കര ഡിഫൈൻ ചെയ്യുക ക്യാരക്ടേഴ്സിനെ. ഈ അന്യഭാഷയിലേക്ക് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ പ്രേക്ഷകന് ഉരുത്തിരിഞ്ഞെടുക്കാൻ ആ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കാം. ഇപ്പോൾ സ്റ്റീഫനെ കുറിച്ച് ഒരു 10 വാക്ക് പറയാൻ പറഞ്ഞാൽ നമുക്കൊരു 5 വരെ പറയാൻ പറ്റും. സ്റ്റീഫൻ ഇടിക്കും തൊഴിക്കും എന്നുള്ളതല്ലാതെ സ്റ്റീഫൻ എന്താണെന്ന് സ്റ്റീഫന് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് ദൃശ്യത്തിലെ മോഹൻലാലും. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ആലോചിക്കേണ്ട, ഞങ്ങളെല്ലാം പറഞ്ഞുതരാം ഈ ക്യാരക്ടർ, ആ ലൈനിലാണ് ഇവർ എഴുതുന്നത് തന്നെ. അത് ഞാൻ പറഞ്ഞ അന്യഭാഷയിലെല്ലാം ഡിഫറൻസ് പറഞ്ഞത്. പാവനാശിന്റെ ആദ്യം പോലെ കമലഹാസന്റെ ക്യാരക്ടറൈസേഷൻ നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഗോഡ് ഫാദറിന്റെയും മറ്റേ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗോഡ് ഫാദർ ആദ്യം പോലെ പുള്ളി സ്റ്റീഫൻ നെടുമ്പള്ളിയാ. പക്ഷെ പറഞ്ഞത് സ്റ്റീഫൻ നെടുമ്പള്ളി ആയി പോയതാ. എന്നിട്ട് പുള്ളി ബോസാണ്, വേറെ ഒന്നുമില്ല. എന്നിട്ട് പുള്ളി കിടന്ന് കരയുമ്പോഴാണ് അല്ല ലാസ്റ്റ് ഡയലോഗ് ഉണ്ട്,
ഗോഡ് ഫാദർ ഗോഡ് ഫാദർ സല്ലുബായുടെ സീനുണ്ട്. സല്ലുബായി ഇങ്ങനെ വന്നു നിന്നിട്ട് ബാക്കിൽ നിന്ന് ചുരുക്കാരി ഇങ്ങനെ വരുന്നൊരു റിവീൽ ചെയ്യുന്നൊരു സീനുണ്ട്. മോനെ കിടുസാനായിരുന്നു. ബൈക്കിൽ നിന്ന് മിസൈൽ ഇടുന്നു. അപ്പം വരെ ഗുണ്ടകളൊക്കെ കടവുളേ നീങ്ങളാ ആ സാധനം. ഇതിൻ്റെ ഇപ്പോൾ ഏത് യൂട്യൂബ് തുറന്നാൽ എമ്പുരാൻ്റെ ഇൻ്റർവ്യൂസ് തമിഴ്നാട്ടിലെ കുറച്ച് ചാനലുകളിൽ പോയിട്ടുണ്ട്. മലയാളത്തിൽ ഒരു ചാനലിൽ ഇതുവരെ ഇൻ്റർവ്യൂ വന്നിട്ടില്ല. മലയാളത്തിൽ ഇൻ്റർവ്യൂ വന്നിട്ടില്ല ഇതുവരെ. ഹിന്ദി വന്നിട്ടുണ്ട്. മുംബൈയിലെ പ്രസ് മീറ്റിൻ്റെ പരിപാടി സമയത്ത് ഒരു അനുപമ ചോപ്പട്ടൊക്കെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. തെലുങ്കിന് വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. തെലുങ്കിന് മറ്റേ ഇവരുടെ നമ്മളെ ദിൽജാജ് കൊടുത്തേക്കുന്നു. ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്നു. ദിൽജാജ് ഓൾറെഡി പുറത്തായിരുന്നു. എമ്പുരാൻ മന്തോ അങ്ങനെ എന്തോ കേൾക്കുന്നുണ്ട്. എമ്പുരാൻ മന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഹാഷ്ടാഗുകൾ. ചേട്ടാ നമ്മുടെ പണ്ട് ഈ തമിഴ്നാട്ടിൽ ഈ രജനീകാന്തിൻ്റെ പടങ്ങളൊക്കെ വരുമ്പോൾ പോലെ ഈ പിന്നെ ഓഫീസുകൾക്കൊക്കെ അവധി കൊടുക്കത്തില്ലേ, അതുപോലെ കോളേജിന് ഓഫീസിനൊക്കെ അവധി കൊടുത്തിട്ടുണ്ട്. 24 ബാംഗ്ലൂർ കൊടുത്തിട്ടുണ്ട് അവധി. എന്നാലും ഇത് നമ്മൾ പണ്ട് രജനീകാന്തിൻ്റെ പടത്തിന് തമിഴ്നാട്ടിലെ കണ്ടിട്ടുള്ളൂ. ഇത് മലയാളത്തിൽ മോഹൻലാലിൻ്റെ പടത്തിന് സംഭവിക്കുകയാണ്. അതൊക്കെ ഭയങ്കര പീക്ക് പരിപാടിയാണ്. കാരണം ഇത് അറിയാലോ, ഇത് ഒരു അത് അവധി കൊടുത്തില്ല വരത്തില്ല ആൾക്കാർ, ഓഫീസിൽ വരത്തില്ല ആൾക്കാർ. അതാണ് അല്ലല്ല വ്യാഴാഴ്ച അല്ലേ വ്യാഴാഴ്ച. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ഭയങ്കര നല്ല മാർക്കറ്റിങ്. ഇത്രയും ന്യൂസ് വരുമ്പോഴാണല്ലോ ഈ വീട്ടിൽ ഇരിക്കുന്ന അപ്പനപ്പൂവന്മാരുൾപ്പെടെ എല്ലാവരും ഈ സാധനം എന്താ മോനെ എമ്പുരാനെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കുന്ന. ലൂസിഫർ ഞാൻ കാണാൻ ചെല്ലുമ്പോൾ അമ്മൂമ്മമാരുണ്ടായിരുന്നു തിയേറ്ററിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി മോഹൻലാലിൻ്റെ പടം നല്ല പടമാണെങ്കിൽ അത് കാണാൻ ഈ പറഞ്ഞ എടാ ലൂസിഫർ നമ്മൾ കാണാൻ ചെന്നില്ല. ഞാൻ രണ്ടാമത് പടം കാണാൻ ചെന്നപ്പോൾ അമ്മൂമ്മമാരൊക്കെ ഇരിപ്പുണ്ട് തിയേറ്ററിൽ. അത് നമ്മൾ വളരെ കുറച്ചേ കാണത്തുള്ളൂ. അവരൊക്കെ തിയേറ്ററിൽ കാണുന്ന പടങ്ങൾ ഭയങ്കര കുറവ്. അവർക്ക് ഒന്നും വേണ്ട അവർക്ക് ലാലേട്ടൻ മോഹൻലാലിനെ കണ്ടാൽ മതി. ആ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ പടത്തിൽ മാത്രമേ ഇതുള്ളൂ ഈ പ്രായമുള്ളൂ. ബാക്കി വലിയ ഒരാളുടെയും പടം കാണാൻ ഇത്രയും പ്രായമുള്ള ആൾക്കാർ വരുന്നത് ഭയങ്കര കുറവാണ്. മറ്റേ പണ്ട് ബിഗ് ബ്രദർ കാണാൻ എന്റെ അടുത്തിരുന്ന മൊത്തം മറ്റേ അമ്മച്ചിമാരായിരുന്നു. ബിഗ് ബ്രദർ തുപ്പ് ഞാൻ പോകും വലിയ കാര്യം ആ പടത്തിൽ ഒരാൾക്കാർ ഇരിപ്പുണ്ട്. അതേ പടത്തിൽ വേറെ നല്ല പടം ബിഗ് ബ്രദർ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഉറങ്ങിപ്പോയി. യൂട്യൂബ് ഹിറ്റ് ഏതാ യൂട്യൂബ് കിലാടിയുടെ ബിഗ് ബ്രദർ കിലാടി ഹിന്ദി ഡബ്. അക്ഷയ് കുമാറിന്റെ പടം കാണാൻ അവസാനം വരെ ഇരുന്നിട്ട് അക്ഷയ് കുമാർ ഒരു ബഡിയ മൂവി बढ़िया वो बहुत बढ़िया एकदम बढ़िया एकदम बढ़िया സിനിമ പേര് പറയണ്ടല്ലേ ലൂസിഫർ തോടാ സ്ലോ താ യേ ബഡിയ. ഇപ്പം ഞാൻ പറയുന്നത് നേരത്തെ ഈ സിനിമ മലയാളത്തിലും അല്ലെ തമിഴിലും തെലുങ്കിലൊക്കെ കുറച്ച് ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഹിന്ദിയിൽ ഇതിന് ഇൻട്രസ്റ്റ് കുറവായിരിക്കും എന്ന് പറയാൻ കാര്യം ലൂസിഫർ അവർക്ക് കുറച്ച് സ്ട്രെച്ച്ഡ് ആയിട്ടുള്ളൊരു ഫിലിം പോലെ ഹിന്ദിക്കാർക്ക്. അതേ സമയത്ത് അവർക്ക് ഗോഡ് ഫാദറിൻ്റെ ഹിന്ദി റിവ്യൂ കുറച്ച് ബെറ്റർ ആയിരിക്കും. കാരണം അവരുടെ ടേസ്റ്റ് അതാ. അവർക്ക് എന്തുവാ അവർ നോക്കുമ്പോൾ ഇങ്ങനെ ഫട്ട് 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 എന്ന് പറഞ്ഞ് പോകണം, കഥ പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് രാഷ്ട്രീയം പറയാനോ കുറച്ച് സംസാരിക്കാനോ രണ്ടുപേരിരുന്ന് അങ്ങോട്ട് ഇങ്ങനെ കോൺവെർസേഷൻ ചെയ്യുന്നത് അവർക്ക് കാണണ്ട. എന്നിട്ട് പറഞ്ഞിരിക്കും. എക്സാമ്പിൾ അല്ലേ എന്റെ ഗെയിം ചേഞ്ചറിന്റെ മറ്റേ അവന്മാർ നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ആരാ ഹിന്ദിക്കാര് എന്ത് പറയുന്നു? നല്ല അവരുണ്ട് കുറെ. ശങ്കർ വിജയിച്ചില്ലേ? പുള്ളി കേട്ടിരിക്കുന്ന മൊത്തം വടക്കന്മാരുടെ റിവ്യൂ ആണ്. അവർ നോക്കുമ്പം ഇങ്ങനെ കണ്ടാൽ മതി, പടം സൂപ്പർ ഹിറ്റ്. അവിടെയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്ന പടം. ഇപ്പം നമുക്കറിയാം ഇത് നമുക്ക് വർക്കാവുന്ന ടൈപ്പ്, നമുക്കിത് ഇങ്ങനത്തെ സിനിമകൾ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷേ ഇത് പുറത്തുള്ള അവന്മാർക്ക് ഇതൊന്നും അല്ല വേണ്ടേ. അവന്മാർ ഇപ്പോൾ ട്രെയിലർ കാണുമ്പം വലിയ ആക്ഷൻ സീക്വൻസ് ഇടി ആ ഒരു സംഭവമാണ് അവർക്ക്. അത് നോർത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പൊ തമിഴ്നാട്ടിലെടുത്താലും ഒരു കൂട്ടം ആൾക്കാരുണ്ട്. തമിഴ്നാട്ടിൽ പിന്നെയും കുറവാണ്. തെലുങ്കിലും നോർത്തിലുമാണ് ഇത് കുറച്ചുകൂടെ ഈ സ്റ്റൈൽ ഓഫ് പടങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്നത്. പുറത്ത് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു എലമെന്റ് ഈ സ്ലോ മോഷനാണ്. അതൊരു പരിധിക്ക് മേലെ ഇന്ത്യക്ക് വെളിയിലേക്ക് പോകണില്ലല്ലോ. അല്ല ഇന്ത്യക്ക് വെളിയിൽ ഉന്നം വെക്കുന്നുണ്ടല്ലോ റിലീസ്. മലയാളികളല്ലേ കാണുന്നത്? അല്ലാത്തവരും ഇപ്പൊ കാണുന്നുണ്ട്. അവർക്ക് ഈ പറയുന്ന ഇപ്പൊ സലാർ അങ്ങനത്തെ പടങ്ങളൊക്കെ അതുകൊണ്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ സ്ലോ മോഷനാണ്. കഥ പറയുമല്ല, നമ്മൾ ആ ഒരു മൊമെന്റിൽ നിൽക്കുവാണ്. അപ്പം നമുക്കിവിടെ അത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. സ്ലോ മോഷൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അത് അതിൻ്റെ കളറും പരിപാടിയൊക്കെ ആയിട്ട് എന്തോ അത് വർക്കായി പോയതാണ്. പക്ഷേ ഈ സലാറിനകത്ത് കുറെ കൂടെ ഹീറോ വർഷിപ്പ് സ്ലോ മോഷനുണ്ട് കുറച്ചധികം. മറ്റേതിനകത്ത് ഇപ്പം രാജമൗലി സ്ലോ ആക്കുന്ന ഒരു സ്റ്റോറി മൊമെന്റ് ആയിരിക്കും. മറ്റേ പുലിയാടി വരുന്നു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. ഇങ്ങനെ ഹീറോ നിൽക്കുമ്പോൾ സ്ലോ മോഷൻ വളരെ കുറവാന്ന് തോന്നും. പക്ഷെ അവരത് മറ്റേ ഇങ്ങനെ ഫണ്ണായിട്ട് എൻജോയ് ചെയ്യണം. അവര് കുറച്ച് കളിയാക്കിയൊക്കെ സംസാരിക്കും. അവരുടെ റിയാക്ഷൻ വഴിയെ കണ്ടു കഴിഞ്ഞാൽ എന്നടാ ഇത് അങ്ങനെയൊക്കെ ചോദിക്കും. ഒരു ടൈഗറിനെ മാനിനെ ഒറ്റ കൂട്ടിട്ടേക്കുന്നത് അങ്ങനെ ചോദിച്ചു. മാർവലിനെ വെല്ലുന്ന സൂപ്പർ ഹീറോ മൂവി അവരാണ്. അവരങ്ങനെ ഇത് കാണുന്നത്. നമ്മളാണത് മറ്റേ ഭയങ്കര ഇവിടെ ഉള്ളതിനൊക്കെ കൂടുതൽ അഭിപ്രായം പുറത്തുണ്ടായിരുന്നു. അവർ കുറച്ച് അതായത് അവരുടെ പടങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട്
പൊളിറ്റിക്സ് പറയുന്ന സിനിമകളായപ്പോഴത്തേക്കും ചുമ്മാ ഇരുന്ന് ഫണ്ണാകാൻ പറ്റിയൊരു പടം. അത് അപ്പോൾ പിന്നെ എമ്പുരാൻ പൊളിറ്റിക്സ് പറയാൻ പറ്റില്ല. അതല്ല അവിടെ അന്നിറങ്ങിയ മറ്റേ ഇത് KGF-നെക്കാളും ഇതായിരുന്നല്ലോ RRR. KGF-ന് വലിയ അനക്കൊന്നും ഇല്ല അവിടെ. എടാ നീ ഒന്ന് ആലോചിച്ചേക്കെ, ഞാൻ പറഞ്ഞില്ല KGF എന്ന് പറഞ്ഞൊരു സിനിമ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. KGF 2 ആണ് ഇത്രയും വലുതായത്. KGF 1 ഇറങ്ങിയപ്പം തിയേറ്ററിൽ പോയാൽ എല്ലാവരും ഇത് ഏത് പടമാണ്, ഇവരാരാ, യാഷ ആരാ അറിയത്തില്ല, ഇത് ആരുടെ പടമാണ് ഒരു അറിയത്തില്ല. ട്രെയിലർ കണ്ടു, ഇടിപ്പടമാണ്, എന്നാൽ ഒരു ഡബ്ബ് പടം കാണാൻ വേണ്ടി പോയി, അത്രയേ ഉള്ളൂ. ഞാനൊക്കെ തന്നെ പോകുന്നത് ഈ പടത്തിന് റിവ്യൂ കണ്ടിട്ട് എടാ ഇതെന്തോ കൊള്ളാം എന്നെന്തോ കുറച്ച് പേര് പറയുന്നുണ്ട്. ഇപ്പം നമ്മളെല്ലാ പടം കാണുന്ന, നമ്മൾ കണ്ട പടങ്ങൾ ഉൾപ്പെടെ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് KGF 1 കാണാതെ KGF 2 തിയേറ്ററിൽ പോയി കണ്ട് റോക്കി ബായ് വന്നപ്പോൾ ആൾക്കാർ കൈയടിച്ചു. അപ്പം എന്തിനാ കൈയടിക്കുന്നു, അത് റോക്കി ബായ് ആരാ എന്ന് ചോദിച്ച മനുഷ്യനായിരിക്കും. വരുന്നുണ്ട്, ഇടയ്ക്ക് സ്ലോ മോഷൻ ആക്കുന്നുണ്ട്, പിന്നെ ഭയങ്കര BGM. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, ആരായി റോക്കി ബായ് എന്ന് ചോദിച്ച മനുഷ്യനായിരിക്കുന്നത്. അതുപോലെ ലൂസിഫർ കാണാതെ എമ്പുരാൻ കാണാൻ അങ്ങനെയല്ലല്ലോ. ലൂസിഫർ കണ്ടിട്ടില്ലേ? ലൂസിഫർ തിയേറ്ററിൽ കണ്ട, പണ്ട് തിയേറ്ററിൽ കണ്ടതാണ്. പക്ഷെ നമ്മളിപ്പോൾ ഡെയിലി കാണുന്നുണ്ട് പടം. അത് ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റ് മൂവീസിനും ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള പടം കണ്ടായിരുന്നു തോന്നുന്നു. കാര്യം എല്ലാ ആഴ്ചയിലും ഇത് ഒരു ഏതെങ്കിലും ഒരു സമയത്ത് ഈ പടം പടങ്ങൾക്ക്, അതായത് ബ്രോഡ് അടിക്കും ഭയങ്കര റേറ്റിംഗ് ആണ്. അത് പുള്ളി ഭയങ്കര കൂടുതലാണ്. അതൊരു സാധനമല്ല. ബ്രോഡാഡിയുടെ ആദ്യം മറ്റേ മമ്മൂക്കയാണെന്ന് ഞാൻ പുള്ളി പറഞ്ഞ കേട്ടപ്പോൾ ആലോചിച്ച് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ അത്. പക്ഷേ ആ വേർഷൻ ഒന്ന് കണ്ട എന്തായിരുന്നു നടക്കാതെ. അല്ല അത് മറ്റേ മമ്മൂട്ടി ഇനിഷ്യൽ ഡിസ്കഷൻ ആണ്. അല്ല മമ്മൂക്കൊക്കെ എന്തോ വേറെന്തോ പടം, വേറെ പടം ഉണ്ടായിരുന്നു. ആ പടത്തിന്റെ ഇതിന് പോയിട്ട് നമുക്ക് പറഞ്ഞ സമയമുണ്ട്, എനിക്ക് സമയം വേണം, അത് കഴിഞ്ഞിട്ട് ആ പടം കഴിഞ്ഞിട്ട് കൊറോണ ടൈം അപ്പോൾ പറഞ്ഞില്ല അത്ര സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഈ പടം. നമുക്ക് ഇപ്പോൾ കോമഡി ചെയ്തിട്ട് കുറച്ച് കാലം. അതെ അടുത്ത് ചെയ്തായിരുന്നു. ഇല്ലല്ലോ കുറവൊന്നും ചെയ്തിട്ടില്ല. അവിടെ നിന്നാണ് പിന്നെ ജോൺ കറ്റാടിയിലേക്ക് മാറുന്നത്. അതെ. അപ്പോൾ ശരിക്കും ഞാനതിങ്ങനെ ആ ഇന്റർവ്യൂ കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, എടാ അത് ഭയങ്കര രസമായിരിക്കും, നമുക്കൊന്ന് ആ വേർഷൻ നമുക്ക് കാണാൻ ഭയങ്കര രസമാണ്. കാരണം ലാലേട്ടൻ കോമഡി ചെയ്യുന്നത് കൂളായിട്ട് എല്ലാവർക്കും പൊക്കോളും. അല്ല നമുക്ക് ഇതേപോലെ പഴയ സാധനങ്ങളെ കുറെ പണ്ടൊരു കോട്ടയം ലൈനിൽ ആ സാധനമൊക്കെ പിടിച്ച ചിലപ്പോൾ ഭയങ്കര വർക്കാണ്. അയ്യോ എനിക്ക് ഈ കോട്ടയം വെച്ചാൽ സാറ് ഓർമ്മ വരുമ്പോൾ അതെ കണ്ടി മണ്ണ് വരട്ട് അടിക്കാൻ പൂഴിക്കിടക്കണോ ആ സാധനം. മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ആക്ച്വലി എമ്പുരാൻ്റെ കാസ്റ്റ് ലിസ്റ്റിൽ ഫിൻലൻഡിൽ ഈ പടത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് സിനിമയുടെ എന്തോ എനിക്ക് തോന്നുന്നു എന്തോ സർട്ടിഫിക്കേഷൻ്റെ ഒരു ഇത് വന്നു, ഒരു പ്രിൻ്റ് ഔട്ട്, ഒരു കോപ്പിയോ എന്തോ സാധനം ട്വിറ്ററിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അതിനകത്ത് വെച്ചിരുന്ന കാസ്റ്റ് ലിസ്റ്റിൽ മമ്മൂക്ക, ഷാരൂഖ് ഖാൻ, നമ്മുടെ ഗസ്താവോ ഫ്രിങ് പുള്ളിയുടെയൊക്കെ പേര് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് മറ്റേ വോയിസ് ഓവർ എല്ലാം കൊടുത്തതിന്റെ പേര് വെച്ച് അങ്ങനെ ആവാം. പിന്നെ ഇത് എല്ലാ ഭാഷയിലും എല്ലാ ഭാഷയിലും തന്നെ മമ്മൂട്ടി ഇതിൽ മലയാളത്തിലായിരിക്കും, മലയാളത്തിൽ ഷാരൂഖ് ഖാൻ, ഹിന്ദിയിൽ ഷാരൂഖ് ഖാൻ, ഹിന്ദി മമ്മൂട്ടി തിരിച്ചുപോയി. ഷാരൂഖ് ഖാൻ ഹിന്ദിയിലെന്ന് പറഞ്ഞു. അല്ലല്ല മലയാളത്തിൽ ഷാരൂഖ് ഖാൻ അത് അറിയത്തിരിക്കും, ഷാരൂഖ് ഖാൻ മലയാളത്തിൽ സംസാരിക്കുന്നത്. അല്ല വേറെ സംഭവമുണ്ട്. ഇപ്പൊ ഈ ട്രെയിലറിനകത്ത് തന്നെ ഒരു ഡ്രാഗണിന്റെ കോസ്റ്റ്യൂം ഇട്ട് ഒരാളെ കാണിക്കുന്നുണ്ട്. ഇതാരാണെന്ന് ഒരു ഫസ്റ്റ് പോസ്റ്ററൊക്കെ ഓർമ്മയുണ്ടോ? അവസാനം അലിൻ ജോസ് പെരേര വരെ ആയത്. ആറാട്ടാണ് അലിൻ ജോസ് പെരേര വരെ എന്താ ഇതുണ്ടായിരുന്നു. ആരാ ചെയ്യുന്നത്? ഒരാളുടെ പേര് നമ്മുടെ മറ്റേ റിക്യോ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, മറ്റേ പക്ഷെ അത് പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ ഫേസ് അറിയാമെങ്കിൽ നമുക്ക് ബാക്ക് ഷോട്ടിൽ ഈ തലടിത്തരം കാണാൻ പറ്റും. അത് വെച്ചിട്ട് റിക്യോനാണെന്ന് ഒരു പരിധി നമുക്ക് ഊഹിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പുള്ളി ഗസ്താവോ ഫ്രിങ്ങാട് അഭിനയിച്ച പുള്ളി എന്ത് എക്സ്പോസിറ്റ് ആയിരുന്നു പുള്ളിയുടെ പേര്, പുള്ളിയുടെ ഫുൾ നെയിം ഞാൻ മറന്നുപോയി. ഗസ്താവോ ഫ്രിങ് നമ്മുടെ ബ്രേക്കിംഗ് ബാഡിൽ. പുള്ളിയുടെ പേര് ഒരുപാട് തവണ ഇപ്പോഴും എവിടെ നിന്ന് ഇത് വന്നു, ആരും തുടങ്ങിയെന്ന് അറിയത്തില്ല. കാരണം ഗെയിം ഓഫ് ത്രോണിൽ നിന്ന് അണ്ണനെ കൊണ്ടുവരാമെങ്കിൽ സർപ്രൈസസ് ഇനി ഉണ്ട്, ഇപ്പം വരാത്തതുണ്ടെന്ന് പറഞ്ഞു. മാഡോയെ കൊണ്ടായി കൊള്ളാറുണ്ട്. മാഡോയൊക്കെ ആദ്യം ഉണ്ടെന്ന് പറഞ്ഞു. എടാ അല്ലല്ല ശരിയാണ്, എക്സ്പീരിയൻസ് വേറെ ഉണ്ടെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിലേക്ക് ഇവരൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ തിയേറ്റർ കത്തിക്കാറൊക്കെ ഇല്ല. ഞാൻ പറഞ്ഞു ഇപ്പം ഒരു ഷോട്ട് മതി, ഒറ്റ ഷോട്ട് വെച്ചാൽ മതി പടത്തിൽ. അല്ല ക്ലൈമാക്സ് വോയിസ് ഓവർ പറഞ്ഞാൽ മതി. ഇങ്ങനെ അടുത്ത ഇന്നൊരു ആള് എന്താ പറഞ്ഞത് ലൂസിഫറിൽ തന്നെ എന്താ പറയാ ആദ്യത്തെ ഒരു എല്ലാവരും ലാലനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു 30 മിനിറ്റ് എന്തോ കഴിഞ്ഞിട്ടാണ് മോഹൻലാൽ വരുന്നത്. ഒരുപാട് ആദ്യം ഇങ്ങനെ ഭയങ്കര ബഹളമാണല്ലോ, കുറേ ക്യാരക്ടേഴ്സും എല്ലാം ബഹളമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഇൻട്രൊഡക്ഷൻ ഷോട്ട്. കാറിൽ നിന്ന് എവിടുന്ന് വന്ന് അതായത് മറ്റേ പള്ളിയിൽ നിന്ന് അവിടുന്ന് ഇറങ്ങി പുറത്ത് മഴയത്ത് പുറത്ത് വന്ന് കാറിൽ കയറി കാറിൽ ഇങ്ങനെ പോകുന്നത് മൊത്തം മറ്റേ ടൈറ്റിൽ സീൻ മൊത്തം അതിൽ പോയിട്ട്
തിരിച്ചിവിടെ വന്ന് ഇറങ്ങി നടന്ന് ഇവിടെ വന്ന് കയറുന്ന അത്രയും സീക്വൻസാണ്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ പുള്ളി അധികം സംസാരിക്കുന്നില്ല. പക്ഷെ സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നു എല്ലാ ഡയലോഗും ഇപ്പോഴും ആളുകൾ റീയൂസ് ചെയ്യുന്ന ഡയലോഗുകളാണ്. അതെ അതെ, കാരണം ഭയങ്കര കാച്ചിക്കുറുക്കി ഡയലോഗ്, അത് വളരെ കുറച്ച് സംസാരിക്കും. പക്ഷേ അപ്പോൾ ആ ലൈൻ ഇതിനകത്തും ഉണ്ടെങ്കിൽ ഒരു 10 സീൻ അല്ലെങ്കിൽ 5 സീൻ പക്ക ഡയലോഗ് ഓറിയൻറ്റഡ് സാധനം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ ഏറ്റവും ഹിറ്റായത് ആ ലാസ്റ്റ് റഷ്യയിലോ എവിടെയോ ഫ്ലൈറ്റ് വന്നിറങ്ങുന്ന ആ സീക്വൻസ്. അപ്പം എല്ലാവർക്കും അന്ന് തൊട്ട് അതിൻ്റെ ബാക്കി കാണണമെന്നുണ്ട്. അത് കുറേ കാണും. അന്ന് റഷ്യ ആണെങ്കിൽ ഇന്ന് മരുഭൂമിയിലാണ്. അതെ, അവിടുന്ന് ഈ പറഞ്ഞ ആയുധക്കടത്ത്, ഡ്രഗ്സ്, അത് ആക്ച്വലി ഡ്രഗ്സിനെതിരെയാണ് ഈ സിനിമയുടെ ഐഡിയ തന്നെ. ഡ്രഗ്സിനെതിരെ ഉള്ളൊരു ആളായിട്ടാണ്. അപ്പോൾ ഈ ട്രെയിലറിനകത്തും പറയുന്നുണ്ട് ഡ്രഗ്സും മറ്റേ ഏതായിരുന്നു ഇവരും ടെറസും അവർ രണ്ടുപേരുമാണ് ഇയാൾക്കെതിരെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു കെ എന്ന് ഉദ്ദേശിക്കുന്നത് ഖുറേഷി എബ്രഹാം. അതിനിടയ്ക്ക് മമ്മൂക്കയുടെ പേര് പറഞ്ഞില്ല, മമ്മൂക്ക ഗസേപ്പേര് നടന്നത് ഈ ഖുറേഷി എബ്രഹാം രണ്ടുപേരാണ്. ഖുറേഷി എബ്രഹാം അങ്ങനെ ഒരു തിയറി ഉണ്ടായിരുന്നു. ഇതൊക്കെ ആരാണ് അടിച്ചു വിടുന്നത്? ഒരു മനസ്സുഖം ഖുറേഷിയും എബ്രഹാമും. പിന്നെ ഇതിനകത്ത് തിയേറ്ററിൽ കയറിയിരിക്കുന്ന ആൾക്കാർക്ക് അത് ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റേ സോക്കോൾഡ് മണി ഈ പടത്തിനകത്തുനിന്ന് നമുക്ക് ഇത്ര എമൗണ്ട് കിട്ടണം. ഇത് തമിഴിലും തെലുങ്കിലും ഒക്കെ ഈ സാധനങ്ങൾ ഒരുപാട് ഉപയോഗിക്കാറുള്ളത്. അതായത് ഈ ഗസ്റ്റ് അപ്പിയറൻസ് വെച്ചിട്ട് ആളെ കയറ്റുമല്ലോ. നമുക്കറിയാം മാർവലിൻ്റെ പടങ്ങളുടെ പരിപാടിയാണല്ലോ. ഈ ക്യാരക്ടേഴ്സിനെ ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പടത്തിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെറുതെ കാണിച്ച് വിടുമ്പോഴത്തേക്കും ഫാൻസുകാർ പടം പൊട്ടപ്പടമാണ്. പക്ഷേ ഗസ്റ്റ് അപ്പിയറൻസ് മാർവൽ അത് ചെയ്ത് വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഇപ്പോൾ ഒരുപാട് പേര് പിന്തുണന്നുണ്ടല്ലോ. മൾട്ടി സ്റ്റാർ പടങ്ങൾ മറ്റേ പൃഥ്വിരാജ് ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. ഈ ഫൈറ്റ് സീക്വൻസസ് എടുക്കാൻ പുള്ളിക്ക് ഏതോ പഴയ പടങ്ങളിലൊക്കെ കുറേ പുള്ളി അഭിനയിച്ച പടങ്ങളിലെ ഫൈറ്റ് സീൻസ് ഒക്കെ പുള്ളി തന്നെയാണ് കൊറിയോഗ്രാഫി ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് കൊറിയോഗ്രാഫി ചെയ്ത്. മറ്റേ ഇതാണ് എന്താ പറയുക, പരസ്യമായ രഹസ്യങ്ങളാണ്. പുള്ളി ഡയറക്റ്റ് ചെയ്യുമെന്ന് പറയാം. എന്തിനേറെ പറയുന്നു, ഇന്ന് നിന്റെ മൊയ്തീൻ പൃഥ്വിരാജ് ഡയറക്ഷൻ പഠിച്ച ആദ്യത്തെ സിനിമയാണ് എന്ന് വരെ പറയാറുണ്ട്. നമുക്കറിയില്ല. പുള്ളി അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പുള്ളി അടുത്ത പടം എടുത്തിട്ടില്ല വിമല്. അത് തന്നെ, അതാ പ്രശ്നം. അപ്പം പുള്ളി ഇപ്പം രണ്ടാമതൊരു പടം ചെയ്യാനാണ് പുള്ളി മറ്റേ മഹാവീർ കർണയോ അങ്ങനെ എന്തൊരു പടം മാത്രം ചെയ്തു. ഇപ്പം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും പൃഥ്വിരാജ്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിനെ വെച്ച് തന്നെ അടുത്ത പടം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അല്ലല്ല, പുള്ളി മറ്റേ അല്ല മറ്റേ 7 ഡേക്ക് അങ്ങനെ പറയുന്നത് അപ്പത്തൊട്ട് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇതൊരു കിംവദന്തിയാണ് ബേസിക്കലി. നമ്മൾ ശരിയാണോ ഇല്ലെന്ന് അറിയത്തില്ല. ഇതെല്ലാം ഇങ്ങനെ ഈ പറഞ്ഞ ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഈ കണ്ട തിയറിസ്റ്റ്, ഈ സോക്കോൾഡ് മറ്റേ തിയറി ഉണ്ടാക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇവരൊക്കെ പുതിയ ഡയറക്ടേഴ്സ് വരുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ സംഭവിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആളുകൾ ചുറ്റും നിൽക്കുന്നവരെ കാണുമല്ലോ. അപ്പോഴത്തേക്കും പൃഥ്വിരാജ് പറയുമ്പോഴത്തേക്കും അവർ ഒന്ന് ഒരു സീനിയർ നടൻ പറയുന്നതാണ്. ഈ കഥയൊക്കെ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ സെറ്റിലുള്ള മറ്റുള്ള ആളുകൾ ഇങ്ങനെ എടാ അത് പൃഥ്വിരാജ് എടുത്തത് അവർ ഒരു ഷോട്ടേ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് അങ്ങനെ ഇപ്പൊ ഇവര് ഡയറക്ടർ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പോയിന്റിൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ സ്റ്റക്കായിട്ട് നിൽക്കും. പൃഥ്വിരാജ് നമുക്ക് ഇങ്ങനെ സംഭവം ചെയ്തു എന്നുള്ള ലൈനിൽ ഐഡിയ പറയുമ്പോൾ ചിലപ്പോൾ ആ ലൈനിൽ ആലോചിച്ച് അത് എക്സിക്യൂട്ട് ചെയ്ത് ചെയ്യായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പറയണ്ട ഇത് ചെയ്ത് പൃഥ്വിരാജ് എന്ന് പറയും. ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പുറത്തിറങ്ങിയിട്ട് ആളുകളോട് ഒരു രസകരമായ ഒരു കഥ ഉണ്ടാക്കണം. അപ്പോൾ അവർ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഹോളുകൾ ഇവരിങ്ങനെ അടയ്ക്കും. ചേട്ടാ പണ്ട് ഈ സാധനം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ആരും അറിയാം, കമലഹാസൻ അഭിനയിച്ചിരുന്ന മിക്ക പടങ്ങളും ഡയറക്റ്റ് ചെയ്യുന്ന പുള്ളിയാണല്ലോ പറയുന്നത്. തേവർ മകൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഭരതനാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ആ സിനിമ പറഞ്ഞത് അവസാനം ഭരതനും കമലഹാസനും തമ്മിൽ ഇടയ്ക്ക് അടിവെച്ച് പിരിഞ്ഞ് പോയിട്ട് രണ്ടാമത് പിന്നെ വിളിച്ചുകൊണ്ട് വന്ന് ജയിച്ചു. ഇതിനിടയ്ക്ക് കമലഹാസൻ ഡയറക്റ്റ് ചെയ്യാൻ പോകും. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള വഴക്കുണ്ടാകുന്നതൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ ന്യൂസ് ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും എമ്പുരാൻ്റെ ഈ ടീസർ ഇറങ്ങിയ പോലെ പറഞ്ഞൊരു സംഭവമുണ്ട് ദീപക് തിവൻ്റെ മ്യൂസിക്കിനെ പറ്റി. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം ഇതാണ് വേണ്ടത്. പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ, അതായത് ഒരു വലിയ കൂട്ടം ആൾക്കാർക്ക് ഇതല്ല അവർ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം. അവർക്ക് ഹുക്കും വേണം. അവർക്ക് ഹുക്കും വേണം. അനിരുദ്ധിൻ്റെ ലൈനിൽ ഒരു ഹുക്കും സാധനം വേണം. അത് ഇതിന് ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ്. എനിക്ക് ആ ടീസറിൻ്റെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മറ്റേ ടീസറിന്റെ ഒരു തീരാറാകുന്ന പോർഷൻ ഒരു ഭയങ്കര ഹൈ സാധനം വരില്ല, ഭയങ്കര ട്രെയിലറിനാണ് ഒരു മറ്റേ മിഡ് പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഒരു മ്യൂസിക് ഭയങ്കര ഹൈ ആണ്. മറ്റേ എമ്പുരാൻ എന്ന് പറഞ്ഞ സോങ്ങിന്റെ ചെറിയൊരു ട്വീക്ഡ് വേർഷൻ അത് ഭയങ്കര ഇമ്പാക്ട് ഹെഡ്ഫോണിലൊക്കെ കേൾക്കും. ഭയങ്കര രസം. ക്യാമറയ്ക്ക് പുറത്തിരിക്കുന്ന അജിത് സാറിന് ഇഷ്ടപ്പെട്ടോ സാർ? പിന്നെ ഇപ്പോൾ എല്ലാ യൂട്യൂബ് ചാനലിലും ഈ പടത്തിൻ്റെ ടെക്നീഷ്യന്മാരുടെ പലരുടെ ഇൻ്റർവ്യൂ ഉണ്ട്. പിന്നെ ഈ ലൂസിഫർ മലയാളത്തിൽ മാത്രം വന്നു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ തമിഴിൽ സ്റ്റൺ സിൽവയുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. പുള്ളി ഫൈറ്റ് ചെയ്തേക്കുന്നത് സ്റ്റൺ സിൽവയുടെ ഇൻ്റർവ്യൂ. സ്റ്റണ്ടിൻ്റെ കാര്യം പറയുമ്പോഴേ പൃഥ്വിരാജ് എടുത്തു പറഞ്ഞു, ഇതിനകത്ത് നിങ്ങൾ ഫുൾ സ്റ്റണ്ട് കഴിയുമ്പോൾ
അതിനകത്ത് ഒരു ഷോട്ട് പോലും ഫേസ് റീപ്ലേസ്മെന്റോ ഇല്ല. എല്ലാ OTT ഇറങ്ങുമ്പോൾ പോസ്റ്റ് ചെയ്ത് നോക്കാം എന്നാണ് പറഞ്ഞത്. വെല്ലുവിളിച്ചിരിക്കുകയാണ്. എല്ലാ സ്റ്റണ്ടും മോഹൻലാൽ തന്നെയാണ് ചെയ്തേക്കുന്നത്, ലാലേട്ടൻ തന്നെയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെയൊക്കെ വെല്ലുവിളിച്ച്. പിന്നെ ഒരു സാധനം പുള്ളി പറഞ്ഞത് ഒരു വളരെ ലെങ്തി ആയിട്ടുള്ളൊരു സീക്വൻസ് എടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ ഷോട്ട്, എന്തോ 5 ക്യാമറയൊക്കെ വെച്ച് സിംഗിൾ ട്രാക്കിൽ. എനിക്കൊന്ന് മറ്റേ സാധനമായിരിക്കും നമ്മുടെ 300 ഒരു ഐറ്റം ഇല്ല, ഇങ്ങനെ ഒരു സൂം ഷോട്ട് ഇങ്ങനെ ഒരു സൈഡ് ട്രാക്കിങ് ഒരു ഷോട്ട് വേണം. അതിങ്ങനെ മൾട്ടിപ്പിൾ ക്യാമറ വെച്ചിട്ട് ഒരു സിംഗിൾ ട്രാക്കിൽ ആ സാധനമാണെന്ന് തോന്നുന്നു ചെയ്തേക്കുന്നത്. പുള്ളി പറഞ്ഞപ്പോൾ അതുപോലെ തോന്നി. അപ്പം അങ്ങനെ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു വളരെ ലെങ്തി ഒരു കൊറിയോഗ്രാഫി. ഇത് മൊത്തം ഓർത്തിരിക്കണം, കാരണം ഇത് സിംഗിൾ ടേക്കിൽ പോകുന്നത്. അപ്പോൾ അത് മൊത്തം ഓർത്ത് പുള്ളി അത് ചെയ്തു. അതിപ്പോൾ ഇവർ ലെജൻസ് ആണ്, അവർക്ക് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അതുപോലെ മുരളിഗോപി പറയുന്നുണ്ട്, അതുപോലെ മോഹൻലാലും മുരളിഗോപി പറയുന്ന സാധനമുണ്ട്, പൃഥ്വിരാജിൻ്റെ തിരക്കഥ കാണാപ്പാടമാണ്. അപ്പോൾ അത് എനിക്കതിൽ ഭയങ്കര അത്ഭുതം തോന്നിയത്. കാര്യം ഇവര് ഡയലോഗും കാര്യങ്ങളൊക്കെ വലിയ പ്രീവിയസും ഈ പറയുന്ന പോലെ സ്റ്റോറി ബോർഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അല്ല, ഇവർ ഇപ്പം ഈ പറഞ്ഞാൽ ഇത് കാണാപ്പാടം പഠിക്കുക എന്ന് പറഞ്ഞത് പൃഥ്വിരാജിനെ സംബന്ധിച്ചോളം ഒന്നാമത്തെ കാര്യം ഇത് എഴുതിയാണ്, അതായത് പുള്ളി ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ത്രൂ ഔട്ട് കഥ അറിഞ്ഞിരിക്കണം. ആ ഒരു എല്ലാ കാര്യവും മനപ്പാടമാക്കുന്നത് വെച്ചാൽ നമുക്ക് ആ സീനിനെ പറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം നമ്മുടെ മനസ്സിലേക്ക് വരും. പിന്നെ പുള്ളി ഓൾറെഡി വലിയ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ കാണാപ്പാടം പഠിച്ച് പറഞ്ഞ് ശീലിച്ചൊരു ആക്ടറും കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പിന്നെ ഈ ഷോർട്ട് ഡിവിഷൻ ബേസിക്കലി എനിക്ക് കാണുമ്പം മറ്റേ ആക്ഷൻ സീക്വൻസ് ഒഴിച്ച് നിർത്തിയാൽ ഡയലോഗ് സീക്വൻസ് ഒക്കെ ലൂസിഫറിന്റെ അതേ ഒരു പാറ്റേൺ. അതിങ്ങനെ ഒരു സ്ലോ പാന് ഓരോരുത്തരുടെ ഫേസ്. ഈ പടത്തിലെ ഏറ്റവും മറ്റൊരു വലിയ ഘടകമാണ്, മെയിൻ ഒരു പില്ലറാണ് സുജിത് വാസുവിന്റെ ക്യാമറ. അത് അനമോർഫിക്കല് ഈ സിനിമ IMAX ഫോർമാറ്റിൽ റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അതെനിക്ക് മനസ്സിലായില്ല. അത് IMAX ഫോർമാറ്റിലും ഈ സ്കോപ്പിൽ തന്നെ കാണിക്കുന്നത്, ഈ റേഷ്യോയിൽ തന്നെ വരുന്നത്. അതിപ്പോ ഒരു മാർക്കറ്റിംഗ് ടൂളാണ് IMAX കാണിക്കുന്നത്. അല്ലാതെ IMAX സ്ക്രീനിൽ ഫുൾ സ്ക്രീൻ വേർഷൻ ഇല്ലല്ലോ ഈ പടത്തിന്. ഇല്ല, പക്ഷേ ഇങ്ങനെ ഇത്ര റെസൊല്യൂഷന് മേലെ ഷൂട്ട് ചെയ്ത ക്യാമറാസ് ചിലപ്പം ചിലർ IMAX. പക്ഷേ ഈ അനമോർഫിക്കൽ ഇപ്പോൾ ലൂസിഫറിൽ തന്നെ പറയപ്പെടുന്നുണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് ഇമേജ്. ഒരുപാട് ഷോട്ട് ഔട്ട് ഓഫ് ഫോക്കസ്, ഒരുപാട് ഇമേജിംഗ് ഉണ്ട്. അത് മറ്റേ ഈ അനമോർഫിക്കല് കറക്റ്റ് നമ്മൾ തന്നെ ഒരു ദിവസം പാടുപെട്ടതാണ്. ഞങ്ങൾ ആക്ച്വലി ചെറിയ ശ്രമം നടത്തി, അത് ഒരു പരിധിവരെ കുഴപ്പമില്ല. പരിധിവരെ എല്ലാ ഷോട്ടും ഞങ്ങൾ ഔട്ട് ഓഫ് ഫോക്കസ്. അതെ, നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മള് ക്യാമറയ്ക്ക് പിന്നിൽ കാണുമ്പോൾ ഇത് പക്കാ ഫോക്കസ്. അതെ, കമ്പ്യൂട്ടറിൽ നോക്കുമ്പോഴാണ് ഔട്ട് ഓഫ് ഫോക്കസ് ആണല്ലോ തോന്നുന്നത്. അത് ഉടനെ തന്നെ റിലീസ് ആവുന്നതായിരിക്കും. അപ്പൊ അത് ഫോക്കസ് പിടിച്ച ടെക്നീഷ്യൻസിന്റെ ഞാൻ ഒരിക്കൽ ഇത് കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂസിൽ. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഏകദേശം എല്ലാ ഷോട്ടും ഔട്ട് ഓഫ് ഫോക്കസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ലൂസിഫറിന്റെ. അത് ഇതാണ് ഇതിന്റെ ഇത് ഫോക്കസ്. അത് ലൂസിഫർ ഇടയ്ക്ക് എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഏതോ ഒരു ഷോട്ടിലൊക്കെ ഇവർ ഷാർപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റിൽ എന്തോ ഒരു ഷാർപ്പൻ പോലെ. അത് എനിക്ക് തോന്നുന്നു ഔട്ട് കുറച്ച് കൂടിയ ഷോട്ട് ഇവർക്ക് നല്ല ഷോട്ടായിട്ട് അത് യൂസ് ചെയ്ത്, പക്ഷെ അത് അത്രയും ബ്ലറായിട്ട് ഫീൽ ചെയ്തിരിക്കാൻ വേണ്ടിയാണ് തോന്നുന്നു ഒരു അല്പം ഷാർപ്നെസ്. അത് 1-2 ഷോട്ടിൽ അങ്ങനെ കണ്ടുള്ളൂ. മെയിൻലി ഇങ്ങനെ വൈഡ് വെച്ചിട്ട് ലാലേട്ടൻ ഫേസ് അടുത്ത് വന്നിട്ട് ഡയലോഗ് പറയുന്ന സാധനമാണ്. അപ്പം ഇച്ചിരി ബാക്കിലാണ്, കാരണം അനമോർഫിക്കലി ക്ലോസ് ഡിസ്റ്റൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പം ആ ഷോട്ട് എടുക്കുമ്പോഴത്തേക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇറങ്ങി വന്നതാണ്. അപ്പം ഈ സാധനം ഉണ്ട്. അപ്പം അത് IMAX പോലൊരു സ്ക്രീനിലൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ അത് അറിയായിരിക്കും. പക്ഷേ IMAX നമ്മുടെ പ്രശ്നം വെച്ചാൽ IMAX ഈ സ്കോപ്പ് വളരെ വലുതായിരിക്കും. ഇപ്പം നമ്മുടെ നോർമൽ തിയേറ്ററിൽ തന്നെ ഒരല്പം ഒരു ചെറിയ ബാറ് മുകളിൽ താഴെ ഉണ്ടാവും. അപ്പോൾ IMAX അതിൽ എപ്പിക് സ്ക്രീനിലൊക്കെ ഈ സ്കോപ്പിൻ്റെ വലിപ്പം വളരെ വലുതായിരിക്കും. IMAX നമുക്ക് കാണുമ്പോൾ നമ്മൾ ഓക്കെ വലിയ സ്ക്രീനിൽ കാണാം, എന്നാലും ആ വൈഡർ ഇതേ റേഷ്യോയിൽ തന്നെയാണ്. പക്ഷേ ആ മാർക്കറ്റിംഗ് ഏറ്റവും IMAX ടിക്കറ്റ്സ് ആദ്യം വിറ്റ് തീർന്നു. അത്രയും ചിലവുള്ളൊരു ടിക്കറ്റ് ആദ്യം വിറ്റ് തീർന്നു. ചേട്ടാ, ഇവിടെ മറ്റേ കേരളത്തിൽ തന്നെ 1000 രൂപയ്ക്ക് അടുത്ത് ടിക്കറ്റ് പോകുന്നുണ്ട്. അത്ര റേറ്റ് വന്നു ടിക്കറ്റിന്. എന്നോടാണ് ചോദിച്ചു, ചേട്ടാ 4 days ഉണ്ടോ? ഞാൻ പറഞ്ഞ 4 days ഇപ്പം ഇതിനകത്ത് 4 days വന്നത് തന്നെ ഇപ്പം ഇടയ്ക്ക് വെടിവെക്കുമ്പോഴോ അല്ലെങ്കിൽ പൊട്ടുതെറിയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റിന് അപ്പുറത്തേക്ക് അറിയാം. ഫുൾ ടൈം കസര അതെ, ലാലേട്ടൊക്കെ 4 days സീറ്റ് ഇങ്ങനെ ശരിയാണ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്ന കുറേശ്ശി വരാറായി ചരിഞ്ഞു തുടങ്ങുമ്പോൾ ആ 4 days എക്സ്പീരിയൻസ് അത്രയും എനിക്ക് തോന്നുന്നു. ഇനി അപ്പോൾ അടുത്ത പടത്തിലായിരിക്കും ഇനി അങ്ങനത്തെ ഒരു പരിപാടി. അതെ അതെ അതെ. ഇപ്പൊ പൃഥ്വിരാജ് ആക്ച്വലി ഇപ്പൊ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഫ്ലൈറ്റിൽ സഞ്ചരിക്കുമ്പോൾ ചാനൽ കാണുന്ന 454 പേരിൽ ഒരാള്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഫ്ലൈറ്റിൽ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്, ഇൻട്രോവേർട്ടർ ഫിലിം ക്രൂവിന്റെ എമ്പുരാന്റെ പോഡ്കാസ്റ്റ്. ഹൈവ പറയുന്നത് കേൾക്കാം. അപ്പോഴാണ് 4 days മെൻഷൻ ചെയ്യുന്നു. എടുത്തു കളയാം, അടുത്ത പടത്തിൽ 4 days അടിയാം എന്ന് പറയുന്നു. തിയേറ്റർ ഇളകി തിയേറ്റർ അതാ പറയുക. ഈ പടത്തിൽ ശരിക്കും തിയേറ്റർ കൊല്ലും എന്ന് പറഞ്ഞ പരിപാടി നടക്കും, അതെനിക്ക് ഉറപ്പാണ്. കാര്യം ഇത്രയും നാളും ലാലേട്ടനെ ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ച
ഒരു വലിയ കൂട്ടം ആൾക്കാർക്ക് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇത് ഇറങ്ങാതെ തന്നെ പറയാൻ പറ്റും. അതവർക്ക് കിട്ടും. പക്ഷെ ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ ഉള്ളൂ. ഏതാ ലൂസിഫർ ഇതുമായിട്ട് കമ്പയർ എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല ഏതാ ബെറ്റർ എന്ന്. ആ ഒരു കമ്പാരിസൺ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് നമുക്ക് വരുന്നൊരു ഹൈ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% അന്നും ഇതുപോലെ ആയിരുന്നല്ലേ ലൂസിഫറിന്റെ ടൈമിനും ഒന്ന് ഡൗൺ ആയിട്ട് അതെ മോനെ ഒടിയൻ കഴിഞ്ഞിട്ടുള്ള സാധനം. ഒടിയൻ കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ഭയങ്കര തിയേറ്റർ ഇത് ക്ലിഫ് ഹാങ്ങർ എന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് കൊണ്ടിങ്ങനെ നിർത്തും. മറ്റതുപോലെ ഇങ്ങനെ ഒരു അവിടെ കറക്റ്റ്. അപ്പോൾ ആൾക്കാരെല്ലാം അവിടെ തിയേറ്ററിൽ വാടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും തിയേറ്ററിൽ പടം കഴിഞ്ഞിട്ട് ഡയറക്ടർ പോയി പ്രത്യേക സുഖമാനം എഴുതി കഴിക്കും. അപ്പോൾ ആൾക്കാർ ഷേടാ ആക്ഷൻ ഇല്ലേ എന്ന് എനിക്കത് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഫൈറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നേ ഇല്ല. പക്ഷെ അത് നല്ലതായിരിക്കും. ആ പോയിന്റിൽ ബാക്കി മറ്റേ ഇവരെല്ലാം മറ്റേ കണ്ണോട്ട് നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവമായിരിക്കും. ഏതാ തിരിച്ചു വന്ന്, അതായത് ഈ പോയിന്റിലേക്ക് ഒരു സർട്ടൻ പോയിന്റിലേക്ക് ഈ ക്യാരക്ടർ ആൾക്കാരില്ലാണ്ട് തിരിച്ചു വരുന്നിടത്തായിരിക്കും. എല്ലാം പറഞ്ഞു. എന്റെ പടം മൊത്തം പറഞ്ഞല്ലോ. ആ ചാനൽ അങ്ങ് സാറിനെ കുട്ടി നമ്മൾ പോയിട്ടുണ്ട്. അത് പൊട്ടിപ്പോക്കോളും. അത് പൊട്ടിപ്പോക്കോളും മേടിക്കണത്. നിങ്ങളൊക്കെയാണല്ലോ. അതെ 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 എമ്പുരാനെ പറ്റി സംസാരിക്കാൻ വന്നിട്ട് ഇവിടുന്ന് ഇവിടെയൊക്കെ പോയത് ഈ. പിന്നെ ഈ സിനിമയിലെ കാസ്റ്റ്, ഇപ്പൊ ഈ സിനിമയിൽ അതേറ്റവും ഫ്രഷ് കാസ്റ്റ് സുരാജ് വെഞ്ഞാറമൂടിന്റെ ക്യാരക്ടർ ഭയങ്കര. അതെ, ഇതുവരെ പടത്തിലില്ലായിരുന്നു. അത് ആക്ച്വലി അവരുടെ പാർട്ടി ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ, ബാക്കിലുണ്ടല്ലോ. ബട്ട് അവരെ ഇപ്പോഴാണ് നമ്മുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ വേറൊരു ക്യാരക്ടർ ഉണ്ട്, നമ്മുടെ മണപ്പാട്ടിൽ ചാണ്ടി. മണപ്പാട്ടിൽ ചാണ്ടി ഫോട്ടോ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഫോട്ടോ മറ്റേ ഇവർ ഈ ആ ഒരു ഇത് കാണിക്കുമ്പോൾ മറ്റേ ബാക്ക്ഗ്രൗണ്ട് മറ്റേ ഈ ഫോട്ടോ കാണിക്കാറുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഇപ്പം ലൂസിഫർ കാണുന്നത് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അത് അന്ന് തന്നെ പലരും എടുത്ത് കാണിച്ചിട്ടുണ്ടല്ലോ. എനിക്കൊന്നും ഇനി സീമേൽ ഉണ്ടായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ അറിയത്തില്ല അവര്. ആരൊക്കെ പറയുന്നത് മമ്മൂട്ടിയുടെ മണപ്പാട്ടിൽ ചാണ്ടി തമാശ ഇത് എവിടെ കൊണ്ട് കണക്ട് ചെയ്യണം അല്ലേ? ഈ മമ്മൂക്കയെ ഈ പടത്തിൽ ആരാണ്? ചേട്ടനാണ് മണപ്പള്ളി, പക്ഷേ മണപ്പാട്ട് ചാട്ടി അങ്ങനെയൊക്കെ പറഞ്ഞില്ലല്ലോ. പറയും അല്ല, ഓൾറെഡി ഉള്ള ഏതെങ്കിലും ക്യാരക്ടർ ആയിരിക്കാം. അങ്ങനെയൊക്കെ എങ്ങനെ ഈ ഡ്യൂപ്ലിക്കേറ്റ് നെയിംസിലൊക്കെ വരുമല്ലോ, രണ്ടാം സെക്കൻഡ് നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അങ്ങനെയൊക്കെ വരുമല്ലോ. മണപ്പാട്ടിൽ ചാണ്ടി എന്ന് പറഞ്ഞു. കിഷോർ മറ്റേ എനിക്ക് കിഷോർ വന്നിട്ടുണ്ട്. പിന്നെയുള്ള മറ്റേ അഭിനവ് സിംഗിനെ പോലത്തെ മറ്റേ അമീർ ഖാന്റെ ഏതെങ്കിലും ഒരു സീനിൽ സായികുമാർ ലാലേട്ടന് വീണ്ടും കണ്ടുപിട്ടണം. ശരിക്കും കണ്ടോണ്ട് ഒന്നും മിണ്ടത്തില്ല. വലിയ പുള്ളിയാവൻ എന്ന് പറയുന്ന സാധനം എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെയൊക്കെ വലിയവനെ കണ്ടാൽ മിണ്ടാതിരിക്കണം. പക്ഷേ ഇതിൽ എല്ലാവരുടെയും പ്രഡിക്ഷനിൽ മറ്റേ ഈ പടത്തിൽ വില്ലൻ ആരാവും? ഇപ്പം ഇതുവരെ നമ്മൾ ലൂസിഫറിൻ്റെ ട്രെയിലർ കാണുമ്പോൾ നമുക്കറിയാം ഈ പടത്തിൽ വില്ലൻ വിവേക് ഒബ്റോയാണ്. ബട്ട് ഇവിടെ നമ്മുടെ മുമ്പിലൊരു വില്ലനില്ല, ഒരു പ്രത്യക്ഷത്തിലൊരു വില്ലനില്ല ഇതുവരെ. അത് ആൾക്കാരുടെ അസംഷനും നമ്മൾ ഈ ട്രെയിലറിൽ നിന്ന് കണ്ടെടുത്തുന്ന ഒരു ലൈനുമാണ്. ജതിൻ രാംദാസ്, പിന്നെ സയ്യിദ് മസൂദ്. ലാസ്റ്റ് ഷോട്ട് സയ്യിദ് മസൂദ് ഇങ്ങനെ ലാലേട്ടനെ പറയുന്നത് മറ്റേ വൈ കട്ടപ്പാക്കിൻ്റെ ബാഹുബലി എന്നുള്ള ചോദ്യം പോലെ ചേട്ടൻ പറഞ്ഞ ക്ലിഫ് ആംഗിൾ അവസാനിപ്പിക്കാൻ മറ്റേ ഏട്ടൻ്റെ പിന്നിൽ നിന്ന് കുത്തുമായിരിക്കും. പക്ഷെ അത് ചോദിക്കാൻ കുറച്ച് പാടുപെടും. വൈ സയ്യിദ് മസൂദ് കിൽഡ് സ്റ്റീഫൻ ഖുറേഷി എന്ന് പറഞ്ഞിട്ട് അതൊരു താല്പര്യമില്ല. സംസാരിക്കാൻ അല്ലേ? അത് ജസ്റ്റ് മറ്റേ പൃഥ്വിരാജിന് വേറെ അടുത്ത ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ബാക്കിൽ നിന്ന് കയറി വരുന്ന, അതിന്റെ വല്ല റെഫറൻസ് ആയിരിക്കും. ഷോട്ട് ശ്രദ്ധിച്ചോ നീ? പിന്നെ പൃഥ്വിരാജ് നടന്ന ഷോട്ടില് ഇത് ഏതാന്ന് മനസ്സിലായോ? ടിയാനിലെ ഫ്ലാഷ് ബാക്കിൽ ഒരു ഡ്രസ് ഉണ്ട് പുള്ളിക്ക്, സെയിം ഇതേപോലെ നടന്നു വരുന്ന ഒരു സീൻ ഉണ്ട്, ഓർമ്മയുണ്ടോ? അത് തമ്മിലൊരു യൂണിവേഴ്സിലുള്ള കഥയാണ്. അത് വർക്കൗട്ട് ആയത് കുറെ സാധനം എടുത്ത് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ കണക്ഷൻ? നല്ല ഐഡിയപരമായിട്ട് ഞാൻ എനിക്ക് അന്ന് കണ്ടപ്പോൾ എനിക്ക് വർക്കായി വേണം. പക്ഷെ പലർക്കും അത് തിയേറ്ററിൽ നിന്ന് കാണാനൊക്കെ കുറച്ച് വലിപ്പമുണ്ട് സിനിമയ്ക്ക്. കണക്ഷന്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ ആൾക്കാരുമായി. പക്ഷെ ആ പടത്തിന് നല്ല ഹൈ മൊമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ഹൈ മൊമെന്റ്. തിയേറ്ററിൽ ഈ സാധനം ഉണ്ടായിരുന്നു. തിയേറ്ററിൽ കുറച്ച് സീനിലൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള കുറച്ച് സീനൊക്കെ പടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ പടം ഇങ്ങനെ
ഒരു 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 കൺസിസ്റ്റൻസി ഇല്ലാത്ത പോലെ. അതായത് ഈ സിനിമയിലെ ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്നവരെ പടം ഇങ്ങനെ പറയുന്ന കഥയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ അതൊരു ഭയങ്കര വലിയൊരു പൊളിറ്റിക്കൽ ഒരു സാധനം അവർ പറയുന്നുണ്ട്. പക്ഷേ പടത്തിൽ അത് നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. അതിനകത്ത് 2 ആക്ഷൻ കൂടെ കയറ്റിയാൽ എന്താവും, അതായിരിക്കും ചിലപ്പോൾ എമ്പുരാൻ. കുറച്ച് ഹൈ മൊമെന്റ്സും രണ്ടും ഒരാൾ എഴുതിയതല്ലേ, ഒരേ നടൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സിലായിരിക്കും ഏത് ടിയാനും എമ്പുരാനും യൂണിവേഴ്സിൽ. അതാണ് ലാസ്റ്റ് ഷോട്ടിൽ ലാലേട്ടനും പ്രത്യേകം നടന്നതിന് വരുമ്പോഴത്തേക്കും അതായിരിക്കും മറ്റേ അവിടുത്തെ ഇറാഖിലെ ലാസ്റ്റ് ഫൈറ്റ്. അതായിരിക്കും ഇവർ തമ്മിൽ നിൽക്കുന്ന ഫൈറ്റ് കഴിഞ്ഞിട്ട് അത് ചിലപ്പോൾ തുടക്കമുള്ള ഫൈറ്റ് ആയിരിക്കും. ഇവിടെ ഉള്ള ഫൈറ്റ് ആ വലിയ ആക്ഷൻ സീക്വൻസ് ഫസ്റ്റ് ഹാഫിലല്ലോ. സുരേഷ് ഗോപി മറ്റേ ഖുറേഷി അബ്രഹാം എവിടെയാണെന്ന് ചോദിക്കുന്നില്ല ആൾക്കാർ. ഇപ്പൊ എവിടെയാണ് സ്റ്റീഫൻ എന്ന് ചോദിക്കുന്നത്. ആ ഫൈറ്റിന് വലിയ സ്റ്റോറി, തുർക്കി, യമൻ എല്ലായിടത്തും ഉണ്ട് പുള്ളി. എല്ലായിടത്തും ഇവരുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയത്തില്ലേ ആദ്യം ഇന്ദ്രിയത്ത്. എടാ ശരിക്കും ആ ട്രെയിലറിനകത്ത് മറ്റേ കാണിച്ചിരിക്കുന്ന അത്ര സീക്വൻസും ഒറ്റ സീക്വൻസാണ് അല്ലേ? ഒരു ഈ കണ്ട ആൾക്കാരെ എല്ലാവരും കഴിഞ്ഞ ശേഷമുള്ള സംഭവം പോലെ FPV ഡ്രോൺ ഷോട്ടൊക്കെ ഉണ്ടല്ലോ. ഈ ആദ്യത്തെ ഒരു 15 മിനിറ്റാണ് എന്താ സംഭവിക്കുന്നത് അറിയേണ്ടത്. എനിക്കറിഞ്ഞാൽ മതി ഇത്ര. അതല്ലടാ, പടം എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? അവിടെ പോയി ഇറങ്ങുമല്ലോ, അങ്ങനെ കണ്ടിന്യൂ ആണോ അതോ വേറെ ഇവിടെ നാട്ടിലെ പ്രശ്നത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു പറഞ്ഞേക്കുന്നത് സ്റ്റാർട്ടിംഗിൽ ഒരു വലിയ റയോട്ട് നടക്കുന്നതായിട്ട് കാണിച്ചിട്ട് അതെനിക്ക് തോന്നുന്നു മറ്റേ സൈദിന്റെ സ്റ്റോറി ലൂസിഫർ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ കുറച്ച് ബഹളത്തിന്റെ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് ഇമോഷണൽ ഒരു എലമെന്റ് ഉണ്ടല്ലോ, അത് ലൂസിഫറിൽ അത് കുറവായിരുന്നല്ലോ. അതായത് നമ്മളിപ്പം അപ്പോൾ ഇവിടെ ഒരു ക്യാരക്ടർ അതെനിക്ക് തോന്നുന്നു സയ്യിദിന്റെ ഇമോഷണൽ സൈഡാണ് കുറച്ച്. 5 പേര് കുറവാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് കുറവായിരിക്കും ഇവരൊക്കെ. ഇതിലെനിക്ക് മനസ്സിലായത് ഖുറേഷി അബ്രഹാമും സയ്യിദും ഇവർ രണ്ടുപേരും തമ്മിലുള്ള കണക്ഷനും ഇവർ രണ്ടുപേരും കൂടെ എങ്ങനെ ഈ സാധനങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുന്നുള്ള ലൈനിൽ ഓഫ് ഒരു പരിപാടിയായിരിക്കും. അപ്പോൾ അതിലെ ഈ ഇമോഷണൽ സൈഡ് സയ്യിദിനായിരിക്കും, സയ്യിദിൻ്റെ സ്റ്റോറി ആയിരിക്കും. അങ്ങനെ ആവണം എന്നാണ് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും പടം കാണാൻ പോടാ ലാലേട്ടൻ വന്നാൽ മതി ഞങ്ങൾക്ക്, അത്രേ ഉള്ളൂ. കാണാൻ ആഗ്രഹിക്കുന്ന കുറേ വലിയ കൂട്ടം ആൾക്കാർക്ക് തിയേറ്ററിൽ പോയിരുന്നാൽ അവർ ലാലേട്ടനെ കാണണം. എത്ര നേരം കാണാൻ പറ്റും അത്ര നേരം കാണണം. ആ വരുന്ന സീനിലൊക്കെ ഒരു സാധനം ഉണ്ടെങ്കിൽ ജിൽ ജിൽ ജിഗ ജിഗ ആ സീനാണ്. ഈ ടോബിനോടെ കാര്യം എടുത്താലും മറ്റേ ലൂസിഫർ അവസാനിക്കുന്ന മറ്റേ ആ ഒരു ഇതിലൂടെ മറ്റേ വോയിസ് ഓവർ ഉണ്ടല്ലോ, ടോബിനെ മറ്റേ മന്ത്രിയായി കഴിഞ്ഞുള്ള മറ്റേ ദൈവപുത്രനാണെന്ന് ആൾക്കാർ കരുതുന്നു, പക്ഷേ ചെകുത്താൻ്റെ കയ്യിലാണെന്നുള്ള സാധനം അറിയുന്നില്ല എന്നുള്ള സാധനം പറഞ്ഞിട്ട് അതുകൊണ്ടാണ് പലരും പറയുന്നത് ടോബിനോയും ടോബിനോ ആയിരിക്കാം വില്ലൻ ആയിരിക്കത്തില്ല, എന്തെങ്കിലും ഇമോഷണൽ സാധനം ടോബിനോ ഫണ്ട് ഉണ്ടാക്കുന്ന പുള്ളി വരല്ല അല്പം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ ആ തെറ്റ് ചെയ്യുന്നതോടെ ഇവരുടെ പാർട്ടി വീഴുമായിരിക്കും. അതാ പറഞ്ഞേ ലൂസിഫറിന്റെ ടാഗിലുള്ള ബ്ലഡ് ബ്രദർഹുഡ് ബിട്രയൽ, എന്നിട്ട് അത് ഇവിടേക്ക് വരും. പൃഥ്വിരാജ് പറയാത്തൊരു എലമെന്റിന് വേണ്ടി ചതിക്കുമായിരിക്കും. ലാസ്റ്റ് അറിയുമ്പോൾ ചേട്ടാ ഞാൻ ചതിച്ചത് ഇങ്ങനെ സാധനത്തിന് അത്യാവശ്യം വന്നുകൊണ്ടാണ്. ഓരോ കഥകളുണ്ടാക്കി അടിച്ചു ഇതാണ് റെഡിറ്റിൽ സംഭവിക്കുന്നത്. റെഡിറ്റിൽ കുറെ കിടില സാധനങ്ങളുണ്ട്. ഈ മറ്റേ ഇത് വെച്ചിട്ട് ഇവന്മാർ ഇതിന്റെ പ്രഡിക്ഷൻസ് എന്താണ് ഈ തിയറി ഒക്കെ ചോദിക്കും. ഇത് വായിച്ച് ഞാൻ രാത്രി കഥ ചിരിക്കുകയൊക്കെ ചെയ്യും ഇത് വായിച്ചിട്ട്. അമ്മമാര് കഥയൊക്കെ അടിച്ചു വിടാറുണ്ട് ഇവന്മാരിനകത്തിരുന്ന്. ചിലതൊക്കെ കൊള്ളാവുന്ന സാധനം. അപ്പോൾ മാർച്ച് 27 മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയുടെ സെലിബ്രേഷൻ, ഏറ്റവും വലിയ റിലീസും കൂടെ അല്ലേ? ഏറ്റവും വലിയ റിലീസാണ്. അന്ന് രസമായിരിക്കും പുറത്തിറങ്ങി. അതെ, അന്നത്തെ ഒരു വൈബ്. അന്ന് കേരളം മൊത്തം എമ്പുരാൻ മയമായിരിക്കും. അന്ന് എമ്പുരാൻ മന്ത് അല്ലേ? അതെ, എമ്പുരാൻ മന്ത്. അതായത് പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് ഒന്നുകിലൊരു മാറ്റിനിക്കോ സെക്കൻഡ് ഷോയ്ക്കോ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ വട്ടം കയറി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കയറുന്നതിൻ്റെ ഇരട്ടി ഇമ്പാക്റ്റ് സാധനം കിട്ടും. പടത്തിനൊരു നല്ല റിവ്യൂ ആണെങ്കിൽ സെക്കൻഡ് ഷോയ്ക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് ഷോയ്ക്കോ വൈകുന്നേരത്തെ ഷോയ്ക്കോ കയറി കഴിഞ്ഞാൽ കിടുമായിരിക്കും. അതായത് ഞങ്ങൾ ആക്ച്വലി 6 മണിക്കത്തെ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അല്ലേ? കയ്യിൽ കിട്ടിയില്ല, കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഷോ കണ്ടിട്ട് നമ്മൾ ഇറങ്ങുമല്ലോ. അപ്പം നമ്മുടെ റിവ്യൂ അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന ആൾക്കാരുടെ ഒരു റിവ്യൂ ആയിരിക്കും. അതിനുശേഷം പടം കാണാൻ നിൽക്കുന്ന അന്ന് എല്ലാവരും ഈ കണ്ട സോഷ്യൽ മീഡിയയിൽ മൊത്തം എമ്പുരാൻ്റെ റിവ്യൂ അല്ലെങ്കിൽ എമ്പുരാനെ പറ്റിയുള്ള ഓരോരുത്തരുടെ സ്റ്റാറ്റസ് സ്റ്റോറി തന്നെ ആയിരിക്കും. ആൻഡ് അത് കണ്ടിട്ടായിരിക്കും ബാക്കിയുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഓൾറെഡി ആൾക്കാർ ടിക്കറ്റ് എടുത്തു. അപ്പോൾ അവർക്ക് അവരുടെ എക്സ്പെക്റ്റേഷനും അവരുടെ
പിന്നെ അതിന് ഒരു ദിവസം മുമ്പ് അങ്ങോട്ട് ഓസ്ട്രേലിയ അതിന് മുമ്പ് റിലീസ് ഉണ്ടല്ലോ. ആണോ? ടൈമിംഗ് വെച്ചിട്ട് അവിടുത്തെ റിലീസ് ചെയ്യുന്ന ഫേസ്ബുക്കിൽ സാധനം വരും. വരും, അത് വരും. പിന്നെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സിനിമ കാണാൻ പോകുന്നൊരു ദയവ് ചെയ്ത് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് നിങ്ങളിത് യൂട്യൂബിലും ഈ ഫേസ്ബുക്കിലും ഒന്നും ഇടാതിരിക്കുക. ഇട്ട ഇവൻ തപ്പി പിടിച്ച് പോയി കാണും, അതുറപ്പാ. ഞാൻ കാണും, എനിക്കത് പ്രശ്നമല്ല. ഞാൻ സ്പോയിലർ, എനിക്കൊരു വിഷയമുള്ള കാര്യം, ഞാൻ സ്പോയിലർ അറിഞ്ഞിട്ട് കാണുന്ന ആളാണ്. റെഡിറ്റിൽ പ്രൈവറ്റ് അക്കൗണ്ട് ആണ്, അയാളോട് അഡ്രസ്സൊക്കെ ചോദിച്ച് കാശൊക്കെ കൊടുത്ത് ഞാനത് കാണും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ, കേട്ടോ. കാര്യം അത് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. എനിക്ക് കുഴപ്പമില്ല. എക്സൈറ്റ്മെന്റ് ഒരുപാടൊക്കെ ആകാൻ താല്പര്യമില്ല. എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. പടം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ആദ്യം പടം കണ്ടു കഴിഞ്ഞാൽ പൊതുവെ ഞാൻ ഇവനെ അവോയ്ഡ് ചെയ്യാറുണ്ട്. ഇവൻ ചർച്ച ചെയ്യാൻ വരും പടം, കഥ പറയും, ചേട്ടാ ട്വിസ്റ്റ് ഇത്രേ ഉള്ളു ചേട്ടാ, അത് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ ഇവനെ ഞാൻ അതെ ഞാൻ പറയും, ചേട്ടാ നമ്മളൊന്നും വിചാരിച്ച പോലല്ല എബ്രാഹിം ഖുറേഷി പൃഥ്വിരാജാന്ന് പറഞ്ഞത് അന്ന് തന്നെ ഒന്ന് പറയും. അതെ അതെ അതെ, എനിക്കതെന്തോ ഒരു വല്ലാത്ത കിക്കാവും, എനിക്കതാണ് ഹൈ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും പടം കണ്ടിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇടാതിരിക്കുക. ഇപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർ ഇത് കണ്ടിട്ട് കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു കൊടുക്കും കണ്ടാൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇടാതിരിക്കുക. മാക്സിമം സ്പോയിലർ ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാക്കി മാറ്റുക, ആൾക്കാർ കണ്ട് ആസ്വദിക്കട്ടെ. ഞങ്ങൾ ഡെഫിനറ്റ്ലി അന്ന് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഇത് കേരളത്തിൽ ഇത്രയും തിരക്ക് അല്ലേ, തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഇത്രയും തിരക്കുണ്ടായത് ഈ കുറേ നാളിന് ശേഷം ഇപ്പോഴാണ്. ഈ കൊറോണ കഴിഞ്ഞ് ഇത്രയും വലിയൊരു ഷിഫ്റ്റിന് മുമ്പ് അതെ, കൊറോണ ഷിഫ്റ്റിന് ശേഷം ഇത്രയും വലിയൊരു തിയേറ്റർ ഒരു റിലീസിന്റെ ഓളം തിയേറ്ററുകാർ വരെ ഹാപ്പിയാണ് ഈ ഒരു പടത്തിന് പോസിറ്റീവ്. എന്തിന് ഈ സമരം ചെയ്യാൻ വന്നവരൊക്കെ തന്നെ പറയുന്നുണ്ടല്ലോ, എമ്പുരാൻ വിജയിക്കട്ടെ, എമ്പുരാൻ ഓടട്ടെ, സെലിബ്രേഷനാണ്, നമ്മുടെ പടമല്ലേ, മലയാള സിനിമയല്ലേ എന്ന്. ഇതാണ് പ്രശ്നം. നോർത്ത് ഇന്ത്യ പോയിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര രസമാണ്. ഞാൻ ഭയങ്കര പ്രതീക്ഷ കൊടുക്കുന്ന രീതിയിലാണ് അവർക്ക്. അപ്പൊ അവർക്കാണല്ലോ ഇത് മെയിനായിട്ട് സെല്ല് ചെയ്യേണ്ടത്. അപ്പം മലയാളം മാർക്കറ്റ് അറിയാം. അതെ, ഇപ്പം മലയാളത്തിൽ വന്നിട്ട് ഇവർ ഇതൊരു ഇന്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഇവർക്ക് ഇവിടെ വന്ന് ഇന്റർവ്യൂ കൊടുക്കാനുള്ള ഒരു ഇതില്ലേ, അത് ലാസ്റ്റ് വെച്ചേക്കുക. അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ അവരത് കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് അതൊന്നും വേണ്ട, എല്ലാവരും ഓൾറെഡി സോൾഡ്. പറ്റുമെങ്കിൽ ഒരു ദിവസം മുമ്പേ ഇറക്കി വിടാവോ? അതെ അതെ, ആൾക്കാരെല്ലാവരും കംപ്ലീറ്റ്ലി ഇന്നായി. അവർക്കിനി ഇവർ ഇന്റർവ്യൂ ചെയ്യണമെന്നോ ഇവർ വന്നൊരു പ്രൊമോഷൻ നടത്തണമെന്നോ ആവശ്യമില്ല. എല്ലാവരും അന്നത്തെ ദിവസം ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ ആൾക്കാർ അല്ലേ. ഫസ്റ്റ് ആദ്യത്തെ 5 ദിവസത്തെ ടിക്കറ്റോളം മെജോറിറ്റി ടിക്കറ്റ്സും പോയിട്ടുണ്ട്. ആൾക്കാർ സെല്ലായി, ഇനിയിപ്പോൾ പ്രശ്നമില്ല. പിന്നെ വന്ന് എനിക്ക് ഇൻ്റർവ്യൂ കാണണം. എനിക്ക് പറഞ്ഞ ഇൻ്റർവ്യൂസ് ക്യൂവിൻ്റെ ഇൻ്റർവ്യൂ കാണണം. എനിക്ക് ലാലേട്ടനും പൃഥ്വിരാജും ചോദ്യങ്ങൾ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ട കുറച്ച് സാധനങ്ങൾ, അറിയേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, അതെല്ലാം വന്നില്ല. അല്ല, അവരുടെ ഇൻ്റർവ്യൂവിന് അത്ര നല്ല വരത്തില്ല. എനിക്കത് മനുഷ്യരുടെ ഇൻ്റർവ്യൂ ആണ്. മനുഷ്യരുടെ ഇൻ്റർവ്യൂലാണ് കുറച്ചുകൂടെ ഭരദ്വാജരങ്ങനെ ഇൻ്റർവ്യൂ, ഭരദ്വാജരങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അത് ഉണ്ടോ? അത് എനിക്ക് ലാലേട്ടൻ മലയാളത്തിൽ ഇൻ്റർവ്യൂ ആണ്, അല്ലെങ്കിൽ പുള്ളി ഉണ്ടായിരിക്കും. അതെ, പുള്ളി അതേ സംസാരിക്കത്തില്ല. സോ അപ്പം നമുക്ക് പരിപാടി നിർത്താം അല്ലേ. കുറച്ച് അധികം വളവളാന്ന് പറഞ്ഞു അല്ലേ. ഈ ഇടയ്ക്ക് വളവളാന്ന് പറഞ്ഞതിന് ഇടയ്ക്ക് എന്തോ കാര്യം പറഞ്ഞു. ഈ വളവളാന്ന് പറയുന്നതാണല്ലോ പോഡ്കാസ്റ്റ്. അല്ല, അത് നല്ല പോഡ്കാസ്റ്റ് ചെയ്തിട്ട് നല്ല പോഡ്കാസ്റ്റ് നീ ഇതാവരുത് പോഡ്കാസ്റ്റ്. അപ്പോൾ എല്ലാവരും മാർച്ച് 27 തിയേറ്ററിൽ പോയി എമ്പുരാൻ കാണുക. വലിയൊരു വിജയം. തിരിച്ചു വന്ന് ഞങ്ങളുടെ റിവ്യൂ കാണണം. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഒരു പോഡ്കാസ്റ്റ് ചെയ്യും. ഈ എമ്പുരാൻ വിറ്റൊരു 3-4 വീഡിയോ നമ്മൾ ചെയ്യും. ചാനല് വളരെ ഡൗൺ ആണ്. ഈ ചാനലിനെ കരകയറ്റാൻ എമ്പുരാനെ കൊണ്ട് സാധിക്കും. മലയാള സിനിമ എമ്പുരാൻ കരകയറ്റുന്ന പോലെ ഞങ്ങളുടെ ചാനലിനെ എമ്പുരാൻ കരകയറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് ശുഭദിനം.